ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ കഥയിലുമുള്ളൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ പലതരത്തിലുള്ള അറിവുകൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 91ാമത്തെ സെഷനാണ്. സ്റ്റോറി തെറാപ്പിയുടെ ഓമന ടീച്ചറാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഓമന ടീച്ചറെയും. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഞാൻ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നു. കൂട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, സാബു സാറിൻ്റെ ഈ ഉദ്യമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ പ്ലാറ്റ്ഫോം തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, രാധാലക്ഷ്മി പത്മരാജൻ്റെ വൈഫ് മരണശേഷം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാനൊരു കഥ എടുത്തത്. സ്വന്തം രചനകളെ പറ്റി വ്യക്തമായ അഭിപ്രായം അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. അപരൻ എന്ന പേരിൽ പിന്നീട് സമാഹാരങ്ങളിൽ വന്ന ജയെപ്പോലൊരാൾ എന്ന കഥയെക്കുറിച്ച് ആയിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട ഒരേ ഒരു കഥയാണിത് എന്ന് പറയട്ടെ. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ പ്ലാൻ അനുസരിച്ച് എഴുതാൻ കഴിഞ്ഞ ആദ്യത്തെ കഥ ജയെപ്പോലൊരാൾ ആണ്. അപ്പൊ ജയെപ്പോലൊരാൾ എന്നാണ് പിന്നീട് ആ കഥയ്ക്ക് പേര് കൊടുത്തത്. ആദ്യത്തെ പേര് അപരൻ എന്നായിരുന്നു. ഈ പുസ്തകത്തിലും അപരൻ എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് പിന്നീട് ഈ കഥയോടനുബന്ധിച്ച് സിനിമ ഉണ്ടാക്കിയായിരുന്നു. ജയറാമും പാർവതിയും ഒക്കെയാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചത്. ശോഭനയുണ്ട്. അപ്പം ഇതിൽ നിന്നാണ് ആ കഥ ആ ഒരു സിനിമ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്രാധാന്യം കണ്ടത് കൊണ്ടാണ് ഞാൻ ഈ കഥ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കരിയിലക്കാറ്റ് പോലെ ഒരു പേജേ ഉള്ളൂ, ചെറിയൊരു കഥ. വേണമെങ്കിൽ അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്യട്ടെ സാറേ? അപരൻ. ഓക്കെ. തന്നെ പോലെ ഒരാൾ ഈ ചെറിയ പട്ടണത്തിൽ എവിടെയോ ഉണ്ട്. അസ്വസ്ഥതയോടെ ജെ മനസ്സിലാക്കി. കുത്തനെയുള്ള ഇറക്കം ചവിട്ടി ഇറങ്ങി വരുന്ന സൈക്കിൾക്കാരൻ ആയാസപ്പെട്ടു ബ്രേക്ക് പിടിച്ച് ജയയോട് ചോദിക്കുന്നു, എം അല്ലേ? എത്ര കാലമായി കണ്ടിട്ട്? ചുവന്ന കണ്ണുകളും കൊമ്പൻ മീശയും മുഖത്ത് വെട്ടിന്റെ പാടുകളുമുള്ള സൈക്കിൾക്കാരൻ. ഞാൻ എം അല്ല, ജെ ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു. സൈക്കിൾ കിഴുക്കാൻ തുക്കായി ഒഴുക്കു തുടർന്നു. തിയേറ്ററിൽ അടുത്ത സീറ്റിലിരുന്നയാൾ ലൈറ്റ് വന്നപ്പോൾ മുതുകിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു, തന്നെ എവിടെയും കാണാനില്ലല്ലോ? ഞാൻ എം അല്ല, ജെ ഞെട്ടിപ്പറഞ്ഞു. ജട നിറഞ്ഞ കൈ ഉയർത്തി അയാൾ ക്ഷമ ചോദിച്ചെങ്കിലും ജയക്ക് പിന്നെ ഇരിക്കാൻ വയ്യാതായി. വീണ്ടും ലൈറ്റ് അണഞ്ഞപ്പോൾ എണീറ്റ് പോന്നു. അപ്പോൾ എന്നെപ്പോലൊരാൾ ഈ ടൗണിൽ വളരെ കാലമായി താമസിക്കുന്നുണ്ട്, ജെ മനസ്സിലാക്കുന്നു. ജിംനേഷ്യത്തിന് മുന്നിലൂടെയുള്ള റോഡിനു മീതെ സ്റ്റേഡിയത്തിന്റെ വളവിൽ ഒളിഞ്ഞു നിന്ന് മരങ്ങൾ ഇലനീട്ടി തണൽ തന്നു. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാറിലേക്ക് കയറുവാൻ തുടങ്ങുകയായിരുന്ന മധ്യവയസ്കൻ നാവൊടിച്ച് ശബ്ദമുണ്ടാക്കി വിളിച്ചു. വെള്ളത്തിൽ കല്ല് വീഴുന്ന ശബ്ദം. ഇതാ വീണ്ടും എമ്മിനെ ആവശ്യപ്പെടുന്നു. അയഞ്ഞു തിളങ്ങുന്ന പാൻറ്റും ചുരുട്ടുമൊക്കെയുള്ള ധനികൻ അടുത്തു വന്നു കോപിച്ച് കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യണം. ഞാൻ ജെ പറയാൻ ഒരുങ്ങി. പണം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതെന്തിനാണ് വാങ്ങിയത് എന്ന് മറക്കാൻ പാടില്ല. അയാളുടെ വായ ദുർഗന്ധം വമിച്ചു. നിങ്ങൾക്ക് ജയെ പറയാൻ സമ്മതിക്കാതെ അട്ടഹാസം ഉയർന്നു. സുകേശിനിയെ കൊണ്ടുവരും പോലും ഒന്നുകിൽ പണം തിരികെ തരണം, അല്ലെങ്കിൽ ഇന്ന് രാത്രി. ഞാൻ ജെയാണ്, എം അല്ല. ദേഷ്യപ്പെട്ട് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കാറ് അയാളെ കടന്നു പോയിരുന്നു.
എം ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നവനാണ്. അതും പോരാഞ്ഞ് ഇടപെടുന്ന ആളുകളെ കബളിപ്പിച്ച് പണം ഉണ്ടാക്കുന്നവൻ കൂടിയാണ്. ജെ ഉറപ്പിച്ചു. അവന് ച്യുതിയില്ല. എന്തായാലും ഒരിക്കൽ തന്റെ ശരീരമുള്ള തന്റെ ഈ മുഖത്തെ ഒന്ന് കാണണം. ജെ പോക്കറ്റിൽ കത്തിയുമായി നടന്നു. മുഖങ്ങളിലൊക്കെ ദൃഷ്ടി പായിച്ചു. നീളത്തിൽ കണ്ണുകൾ, അവയ്ക്ക് മുകളിൽ രോമം വിതച്ച വരകൾ, ചായം പിടിപ്പിച്ചവയും അല്ലാത്തവയുമായ കവാടങ്ങൾ, മേൽക്കീഴായി നാസാരന്ധ്രവും ശ്രവണേന്ദ്രിയവും, നാറുന്ന ഗുഹകളിൽ നിന്ന് നാവുകളും എത്ര കോടി. പക്ഷേ തൻ്റെ പ്രതിച്ഛായ കണ്ടുപിടിക്കണമെങ്കിൽ ലോഡ്ജിൽ ആണി താങ്ങുന്ന പൊട്ടിപ്പൊളിഞ്ഞ കണ്ണാടിയിൽ പ്രകാശമെത്തണം. വൈകുന്നേരം 5:40 എന്ന് ജെയുടെ വാച്ച് ഉദ്ഘോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം കടന്നു പോകുന്ന വാച്ചുകളിലെല്ലാം സമയം 5:45-നും 5:35-നും മധ്യേയാണെന്നാണ്. ഓരോരുത്തരും അവനവൻ്റെ വാച്ചിനെ ചുറ്റി അലയുന്നു. 10:20-ന് പാലത്തിൻ്റെ അടുത്ത് നിൽക്കാം, വരുമോ? 1:30-ന് തെക്ക് നിന്ന് വരുന്ന പെൺകുട്ടികളുടെ ബസ്സിൻ്റെ രണ്ടാമത്തെ സീറ്റിൽ കിഴക്കേ അറ്റത്തായി സുന്ദരിയുണ്ട്. 3:15-ന് ചൊറി പിടിച്ച ചെക്കൻ സായാഹ്ന പത്രം വിൽക്കാനിറങ്ങും. ബൂത്തിൽ പാല് വാങ്ങാൻ വന്നവർ പിരിയുമ്പോൾ മണി 3:45 അങ്ങനെ അങ്ങനെ അങ്ങനെ. ജെയുടെ വാച്ചിന്മേൽ മറ്റൊരു വാച്ച് ഉരസി. ഒരാളുടെ കാലചക്രം മറ്റൊരാളുടേതിന്മേൽ ഉരസിയിരിക്കുന്നു. ജെക്ക് വെറുതെ തോന്നി. നിറഞ്ഞു തുളുമ്പുന്ന രാജവീതി, അരവരെ ഒരേ ഘടനയും 2 കാലുകളുമുള്ള സ്ത്രീ പുരുഷന്മാർ, ഒരുപോലെ ഇടതുകാൽ ഒരുപോലെ വലതുകാൽ എന്ന ക്രമത്തിൽ ഇളകി സഞ്ചരിക്കുന്ന സന്ധ്യ. ഭാഗ്യം, വാച്ചിൽ പോറലുണ്ടായിട്ടില്ല. ജെ തലയുയർത്തി നോക്കുമ്പോൾ ഇത് എം തന്നെ. ആണിയിൽ തൂങ്ങാത്ത കണ്ണാടി. എം അല്ലേ? അതെ ജെ. എങ്ങനെ അറിഞ്ഞു? പലരും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ജെയുടെ പോക്കറ്റിന്മേൽ ആർത്തി നിറഞ്ഞ ഒരു നോട്ടം വന്നു വീണു. പോക്കറ്റിനുള്ളിൽ വിളറി മഞ്ഞപ്പ് കയറിയ 10 പൈസയ്ക്ക് കിട്ടുന്ന ഒരു ബിസ്ക്കറ്റ് ഏകാഗിയായി നടുവൊടിഞ്ഞ് മരിച്ചു കിടന്നിരുന്നു. എന്തു ചെയ്യുന്നു? ജെ വെറുതെ കുശലം ചോദിച്ചു. വെറുതെ കഴിയുന്നു. എം ചിരിച്ചു. വലിയ അടുപ്പം കാണിച്ച് കയ്യിൽ കടന്നു പിടിച്ചു. ജോലി? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, എം പറഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരു വിധത്തിൽ കഴിഞ്ഞുകൂടുന്നു സാർ. സർ, അത് നേരത്തെ അറിഞ്ഞിരിക്കുന്നു സാർ. ജെ, നാണം കെട്ട പട്ടി. ജെ അവിവാഹിതനാണ്. എന്നിട്ടും കടുത്ത പ്രാരാബ്ധമാണ്. കുറഞ്ഞ ശമ്പളക്കാരൻ. ചെറിയ സംഖ്യകൾ മണി ഓർഡർ അയച്ച് അവയുടെ കുറ്റികൾ ശേഖരിച്ച് കൂട്ടി നോക്കി വീട് ചുമക്കുന്നവൻ എന്ന് വിമ്മിട്ടത്തോടെ അഭിമാനിച്ച് നടക്കുന്ന സ്വഭാവമുള്ളവനാണ്. സ്വയം പരിചയപ്പെടുമ്പോൾ ആരോടായാലും ആ വിവരം പറയും. ഇതാ നോക്കൂ, എൻ്റെ തോളുകൾ ഒരു വീട് ചുമക്കുന്നു, കാണുന്നില്ലേ? എമ്മിനെയും ചൂണ്ടിക്കാണിച്ചു. എം അയാളെ ഉപേക്ഷിച്ച് നടന്നുപോയി. വീണ്ടും കാണുമ്പോഴേക്ക് എം കുബേരനായി മാറിയിരിക്കും. ഇന്നത്തെ കാലത്ത് വിജയം ഇത്തരക്കാർക്കൊക്കെയാണ്. ദുഷ്ടതയ്ക്കും ദുഷ്കൃത്യങ്ങൾക്കും കൂലി കിട്ടുന്ന കാലം. ഞായറാഴ്ച പകൽ പാർക്കിൽ അലഞ്ഞു ക്ഷീണിച്ചപ്പോൾ മുണ്ടഴിച്ചു കളഞ്ഞു. പുഴയിലിറങ്ങി കൈകാലുകൾ ഇളക്കി നീന്തി. മൂക്കിൽ വെള്ളം കയറി, ചെവി കൊട്ടിയടച്ചു നിന്നു. വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി മലർന്നു മുകളിൽ നിന്നും കത്തി വീഴുന്ന സൂര്യന്മാരെ കണ്ടു. കൺപീലികളിന്മേൽ കുമിളകൾ തിളങ്ങുന്നത് നോക്കി രസിച്ചു. ശരീരം തോർത്തി കുളിർകാറ്റേറ്റു. ജീവിതവും കുമിളയല്ലേ എന്നോർത്ത് നടക്കുമ്പോൾ ഒരു കുട്ടി ഓടിച്ചെന്ന് ഒരു എഴുത്ത് കൊടുത്തു. അശ്ലീല പുസ്തകത്തിൽ വർണ്ണിച്ച 4 പോസുകളിൽ ഒതുങ്ങുന്ന ഒരു രാത്രിയാണോ പ്രേമം? തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടി മറഞ്ഞിരുന്നു.
സ്ത്രീയുടെ എഴുത്ത്. പുതിയ ടൂത്ത് പേസ്റ്റിന്റെ സാധു പോലെയാണ് ഓരോ പുതിയ പെണ്ണും എന്ന് നിങ്ങൾ പറയുമായിരുന്നു. പക്ഷേ അത് പ്രയോഗത്തിലാക്കി കളയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ദുഷ്ടൻ. ദുഷ്ടനാണ്. കത്തിന്റെ അടിയിൽ താൻ മരിക്കുമെന്ന് അവൾ എഴുതിയിരിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സാനിറ്റോറിയത്തിന്റെ എതിരെയുള്ള ബസ് സ്റ്റോപ്പിൽ വരുമോ? ജെ വ്യാഴാഴ്ച അവധിയെടുത്തു. പറഞ്ഞെടുത്ത് പോയി. ഉള്ളിലേക്ക് ചുരുങ്ങിയ പിൻഭാഗവും മുഷിഞ്ഞ ചീട്ടുപോലെയുള്ള മാറിടവും മാത്രം അവശേഷിക്കുന്ന മധുരപ്രായക്കാരിയായ ഒരു പെൺപ്രേതം കൃത്യസമയത്ത് സാനിറ്റോറിയത്തിൽ നിന്ന് ചാടി വീണു. നിങ്ങളുടെ കൂടെ ഒരിടത്ത് വന്നാൽ, ഹോട്ടലിലായാലും ഏത് നരകത്തിലായാലും, നിങ്ങളെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂട്ടുകാരൻ പോലും. നല്ല പണം കിട്ടിയിരിക്കുമല്ലേ? അവൾ കരഞ്ഞു. നിങ്ങളെ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതം നിങ്ങൾ കുറേശ്ശെയായി ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഒടുവിൽ ഇങ്ങനെ. ഞാൻ അല്ല, ജെ പിറുപിറുത്തു. റോഡിനെതിരായുള്ള വായുവിൽ ഒരാത്മാവ് ലയിക്കുന്നത് കണ്ടു. ഇടയ്ക്കൊരിക്കൽ കടന്നു പോകുന്ന ഒരു കാറിന്റെ മുൻസീറ്റിൽ തൻ്റെ പ്രതിച്ഛായ ദർശിച്ചു. പിന്നെ പല വാഹനങ്ങളിലും ഒരിക്കലും ചിരിക്കാത്ത താൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടൊഴുകുന്നത് കണ്ടു. ഒരുച്ചയ്ക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സിലിരുന്ന് മിടുക്കനായ താൻ പാവമായ തന്നെ നോക്കി കൈവീശി. ജെ സ്വകാര്യമായി വിഷാദിച്ചു. അദ്ദേഹം അമ്പലത്തിൽ പോയി എമ്മിന്റെ രൂപം മാത്രം തന്നിട്ട് എന്തുകൊണ്ട് അയാളുടെ ഭാഗ്യങ്ങൾ കൂടി തനിക്ക് തന്നില്ല എന്ന് ദൈവത്തോട് കർശനമായി ചോദിച്ചു. എന്നിട്ട് എന്ത് കിട്ടി? പട്ടാളക്കാരുടെ കാന്റീനിൽ നിന്ന് റം എടുത്തു തരാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് ഒളിച്ചു നടക്കുകയാണ് അല്ലേ? ഞാൻ ജെ ആണ്. കടം വാങ്ങിയാൽ തിരികെ തരണം. അന്വേഷിച്ചു വരുമ്പോൾ അബോധാവസ്ഥ നടിച്ചു കിടന്നാൽ കൊന്നുകളയും. റാസ്കൽ. ഞാൻ ജെ ആണ് മിസ്റ്റർ. നിങ്ങളുടെ ബ്ലഡിന്റെ റിസൾട്ട് കിട്ടി. പോസിറ്റീവാണ്. എന്തെങ്കിലും എളുപ്പം ചെയ്തോണം. ഞാൻ ജെ ആണ്, അല്ല. ചേച്ചി മരിക്കുമെന്ന് പറയാൻ പറഞ്ഞയച്ചു. ഞാൻ അല്ല കുട്ടി, ജെ ആണ്. ഇനി ഇത് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കാൻ വയ്യ. ഇപ്പോൾ തന്നെ കൂട്ടുകാരികൾക്ക് മുഴുവൻ സംശയമായിരിക്കുന്നു. 1 മാസം കൂടി കഴിഞ്ഞാൽ. ഞാൻ ജെ ആണ്. ഈ എഴുത്ത് എനിക്കുള്ളതല്ല. അന്ന് പറഞ്ഞ സ്വർണം? അയ്യോ, ഞാൻ ജെ ആണ്. ഞാൻ ജെ ആണ്. തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവരൻ പണക്കാരനായി കാണും. കാറ് വാങ്ങിയിരിക്കും. റോട്ടറി ക്ലബിലും മറ്റും പ്രസംഗിക്കുകയും ഹോട്ടൽ മുറികളിൽ ഛർദ്ദിക്കുകയും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ധനസഹായം ചെയ്യുകയും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ആരോടും വിനയത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ജെക്ക് അസൂയയുണ്ടായി. അയാൾ പരിചയക്കാരെ കണ്ടാൽ പോലും കുനിഞ്ഞു നടന്നു പോകുന്ന ഒരു മണ്ടനായി മാറി. ഒരാൾക്ക് ഒരു പട്ടണത്തിൽ എത്ര വർഷങ്ങൾ വേണമെങ്കിലും താമസിക്കാം. 10 വർഷം തുടർച്ചയായി താമസിച്ചു കഴിയുമ്പോൾ ഒരാൾ അവിടുത്തെ ഒരു ചരിത്ര വസ്തുവായി മാറുന്നു എന്ന് മാത്രം. അതെങ്ങനെ? ഒരാളുടെ പുറന്തോടുകൾ ചിതൽ കൊണ്ടുപോകുന്നു. ഒരാളുടെ കണ്ണും മൂക്കും ഒക്കെ പൊതിഞ്ഞ് ചിലന്തികൾ വല കെട്ടുന്നു. വരുമ്പോൾ വാങ്ങിയ പാൻറ്റുകൾ മാത്രം അന്നും നിലനിൽക്കുന്നു, പൊടിഞ്ഞു തുന്നിയവ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കോഫി ഹൗസിന്റെ മുന്നിൽ അടിഞ്ഞുകൂടാറുള്ള പുതിയതായി പെറ്റു വളർന്ന കൃമികൾ. ജെ കടന്നു പോകുമ്പോൾ രഹസ്യം പറഞ്ഞു. 15 വർഷത്തിനു മുമ്പത്തെ ഫാഷൻ. ചരിത്ര വസ്തുവിന്റെ മുടിചീകലും കൈമടക്കി വെക്കുന്ന രീതിയും ഷൂസുകളും എല്ലാം ഫാഷന്റെ മാറ്റങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് പഠിച്ചു. അവയെക്കുറിച്ച് വിശദമായ നോട്ടുകൾ കുറിച്ചെടുത്തു. വീണ്ടും ഒരിക്കൽ 2ാം തവണ എമ്മിനെ നേരിടേണ്ടി വന്നു. ഇപ്പോഴത്തെ തൻ്റെ മുഖത്തിന്റെ പ്രതിച്ഛായ. കാലം ഒരുപോലെയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും നീങ്ങുന്നത്. 5 മിനിറ്റിന്റെ വ്യത്യാസം മുഖത്തെ ചുളിവുകളിൽ കാണാനില്ല. രണ്ടാളും ഇപ്പോഴും ഒരുപോലെ. വലിയ പണക്കാരനായി കാണും, ജയ മനസ്സിൽ ഉറപ്പിച്ചു.
എം അടുത്തു വന്നു. വളരെ നാളായല്ലോ കണ്ടിട്ട്. 100 മേനിയും ശരി. കുതിരച്ചാണകം അരഞ്ഞു ചേർന്ന റോഡിൽ വഴിയാത്രക്കാരുടെ കഫമുണങ്ങി കുമിളകുത്തി നിന്നിരുന്നു. ജീവിതം. എം അതിൻ്റെ മേലേക്ക് തുപ്പി. രക്തം കലർന്ന ലേശം ദുർഗന്ധമുള്ള തുപ്പൽ റോഡ് നനച്ചു. പൊട്ടാത്ത കുമിളയ്ക്ക് ചുവപ്പ് നിറം ബാധിച്ചു. മാര്യേജൊക്കെ കഴിഞ്ഞോ? എം ചോദിച്ചു. എവിടെ? പ്രാരാബ്ദങ്ങൾ തീർന്നിട്ട് ഒരു മാത്രയെങ്കിലും ജീവിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അതിരിക്കട്ടെ, ജീവിതം എങ്ങനെ? കഷ്ടപ്പാട്. കോടീശ്വരനായില്ലേ? ജെ ആകാംക്ഷയോടെ അന്വേഷിച്ചു. ആര്? ഞാൻ വിചാരിച്ചത്. കുഞ്ഞേ, എം ഏങ്ങലടിച്ചു. അയാളുടെ പോക്കറ്റിന്റെ അടിഭാഗം നീളത്തിൽ കീറിയിരുന്നു. കണ്ണുകളിൽ ചിലന്തി വലകൾ കണ്ടു. അവയിൽ എട്ടുകാലിയുടെ കുഞ്ഞുങ്ങളെ കണ്ടു. മൂക്ക് നിറഞ്ഞിരുന്നു. ഇടയ്ക്കിടെ കൊഴുത്ത ജലം തലനീട്ടി നരച്ചു തുടങ്ങിയ മീശയിന്മേൽ നക്കി. ജെയ്ക്ക് ഭയം തോന്നി. അത് മനസ്സിലായപ്പോൾ എം ആവശ്യപ്പെട്ടു. 25 പൈസ വേണമായിരുന്നല്ലോ. ഭയം മാറി സഹതാപമായി. ആകെ ഉണ്ടായിരുന്ന 19 പൈസ എമ്മിന് കൊടുത്തു. ഞാൻ വിചാരിച്ചത്. ജെ പറഞ്ഞു. നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ടായിരുന്നു എന്നാണ്. തെറ്റായ ധാരണകൾ നമ്മുടെയെല്ലാം രക്ഷിതാക്കൾ പൊതുജനമല്ലേ? ജെ, പിന്നെങ്ങനെ? പഴയ തൊഴിലൊക്കെ നിർത്തിയോ എന്നാണോ? ഇവ ഇപ്പോൾ ജീവിതമാണ്, ജീവശ്വാസമാണ്. എം നന്ദി പറഞ്ഞു. 19 പൈസ കൊടുത്തതിന്. പിന്നെ നടന്നു. നടക്കുമ്പോൾ പൊടിഞ്ഞുപോയ കണ്ണുകളിൽ ചിലന്തിക്കുട്ടികൾ ഓടിക്കളിച്ചു. വിശപ്പും പട്ടിണിയും പഴയതുപോലെ നഗ്നമായി. തമിഴ് നൃത്തം തുടരുന്ന കണ്ണുകൾ. നിന്നെപ്പോലൊരാൾ. ജെ അകത്തേക്ക് ശ്രദ്ധാപൂർവം വിളിച്ചു പറഞ്ഞു. അവിവാഹിതനും 10-15 ഇൻക്രിമെന്റുകൾ വാങ്ങിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമെല്ലാമായ നിന്നെപ്പോലെ ഇതാ ഒരാൾ. 4 കണ്ണുകളിലും ഒരേ തരം ചിലന്തികൾ. 2 മൂക്കുകളിലും ഒരേ കൊഴുപ്പുള്ള ഉറവ. ജീവിതത്തിൽ ആദ്യമായി ജെയ്ക്ക് ഒരാവേശം അടക്കാൻ വയ്യാതെയായി. ആരോടെങ്കിലും ഇത് പറയണം. 1967 എഴുതിയ കഥയാണ്. കൂടെ പറഞ്ഞു പോവാൻ. അടുത്ത കഥ കരിയിലക്കാറ്റ് പോലെ. പെട്ടെന്നൊരു ദിവസം രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു, മകൾ പോയി. മകൾ ഓമനിച്ചിട്ടൊന്നുമല്ലെങ്കിലും തീറ്റയും തുണിയും കൊടുത്ത് 20 കൊല്ലം വളർത്തിയെടുത്ത യുവതി ജയശ്രീ. അവൾ ഒളിച്ചോടിയത് തന്നെയാണെന്ന് ഊഹിക്കാൻ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല. എന്തെങ്കിലും ഒരു തുമ്പിനു വേണ്ടി അവളുടെ പെട്ടിയും മേശയും എല്ലാം വാരി വലിച്ചിട്ട് പരിശോധിക്കുന്നു നിങ്ങൾ ചങ്കിടിപ്പോടെ. ഭാര്യ തേങ്ങിക്കരഞ്ഞുകൊണ്ട് ആ തിരച്ചിലിനിടയിൽ നല്ല 2-3 ജോഡി സാരികളും ഉള്ള ആഭരണങ്ങൾ അത്രയും അവളോടൊപ്പം പോയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. കുറിപ്പൊന്നുമില്ല. ജയശ്രീയുടെ അമ്മ ആദ്യം അല്പം ഒച്ചയുണ്ടാക്കിയും ക്രമേണ നിശബ്ദമായും കരയുന്നു. കരച്ചിലിനിടയിൽ അവർ ആവർത്തിച്ച് പറയുന്നു, എൻ്റെ മോൾക്ക് എന്തു പറ്റിയോ എന്തോ, ഇവിടെ എന്തുണ്ടായി അവൾക്ക് ഇങ്ങനൊരു ചീത്ത വിചാരം വരാൻ. ഇളയ കുട്ടികൾ 2 അനിയന്മാരും ഒരനിയത്തിയും കണ്ണുനീരും പരിഭ്രമവുമായി വീട്ടിനുള്ളിൽ അങ്ങുമിങ്ങും പതറി നടക്കുന്നു. കാരണമൊന്നുമില്ലാതെ നിങ്ങൾ ഇളയവളെ തല്ലുന്നു. ഹാഫ് സാരിയിലേക്ക് തെന്നി വീഴുന്ന അവളെ ചതച്ചുകൊണ്ട് ആവുന്നത്ര ശബ്ദം താഴ്ത്തി ശപിക്കുന്നു. നീയും പോടി, ഏതെങ്കിലും തെണ്ടിയുടെ ഒപ്പം. അവൾ ഭയത്തോടെ ഒരു ഭ്രാന്തനെ നോക്കും പോലെ നിങ്ങളെ പകച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിസ്സഹായമായ ഒരു തേങ്ങലുമായി അകത്തെ മുറിയിൽ ചെന്ന് വീഴുന്നു. വെളിയിൽ ദുർലക്ഷണം പോലെ കാക്കകൾ കരയുന്നു. ഒടുവിൽ മുറ്റത്ത് ഇളവയിൽ പരക്കാൻ തുടങ്ങുകയും തേങ്ങലിൻ്റെ അന്ത്യമെത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളും ഭാര്യയും കൂടി ആലോചിക്കുന്നു, പോലീസിൽ പരാതിപ്പെട്ടാലോ, പത്രത്തിൽ പരസ്യം കൊടുത്താലോ, അന്വേഷിച്ച് ആളെ വിട്ടാലോ.
ബന്ധുവീടുകളിൽ തിരക്കിയാലോ? പിന്നെ അതൊന്നും വേണ്ടെന്ന് വെക്കാൻ രണ്ടാളും ഒരേപോലെ നിർബന്ധിതരാവുന്നു. കാരണം നിങ്ങൾക്കറിയാം അതുകൊണ്ടൊന്നും ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടാവുകയില്ലെന്ന്. കൂടുതൽ നാറാമെന്നല്ലാതെ, നാടൊട്ടുക്ക് അറിയിക്കാമെന്നല്ലാതെ. പിന്നെ വേറൊന്നുകൂടി നിങ്ങൾക്കറിയാം, അവൾ ആരോടൊപ്പമാണ് പോയിരിക്കുന്നതെന്ന്. പോയവൾ പോട്ടെ, അരിശമൂത്ത് നിങ്ങൾ പിറുപിറുക്കുന്നു. ഇനി അവളെ ഈ വീട് കാണാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഭാര്യയും ഇളയ കുട്ടികളും കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇതേ കാര്യം പലവട്ടം പല മട്ടിൽ ആവർത്തിക്കുന്നു. ഉറക്കെ ഉറക്കെ. നിങ്ങളുടെ കോപതാപങ്ങൾ അറിയുന്ന അവർക്കാർക്കും മറിച്ചൊരക്ഷരം ഉരിയാടാനുള്ള ശേഷിയില്ല. അങ്ങനെ ആ ദിവസം അവസാനിക്കുന്നു. പിന്നാലെ പുതിയൊരു ദിവസം ഉണ്ടാകുന്നു. ഓക്കെ സർ. ഓക്കെ മാം, താങ്ക് യു. സോ ആദ്യത്തെ ഒരു കഥയില് രണ്ട് വ്യക്തികൾ ജെയും എമ്മും, തീർച്ചയായിട്ടും അത് ആശയക്കുഴപ്പം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ജെ ആണോ എം ആണോ, ഏത് സാഹചര്യങ്ങളാണ്, എന്തൊക്കെയാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപരൻ എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് കരിയിലെ കാറ്റ് പോലെ, കാറ്റത്ത് മൂവ് ചെയ്യുന്ന, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന കരിയിലെ പോലെ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ, അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളായിട്ട്. ഇതിൽ ആദ്യത്തെ കഥ അപരൻ എന്ന് പറഞ്ഞ സിനിമയായി എന്നല്ലേ നമ്മൾ, അല്ലേ? അതെ അതെ സർ. ജയറാം ആദ്യം അഭിനയിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. ചെറിയ കഥയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു അതെ, അതിലും രണ്ടാളാണ്. അപരനുണ്ട് അതിൻ്റെ അകത്ത്. യെസ് യെസ്, അതിൻ്റെ അകത്തുണ്ട്, അപരനുണ്ട് തീർച്ചയായിട്ടും. അവരുടെ ആ ട്രാൻസ്ഫോർമേഷനും ചേഞ്ചസും ഒക്കെ വളരെ കൃത്യമായിട്ട് കാണും. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്, വളരെ സന്തോഷം. ഓക്കെ, നമുക്ക് ഉലഹനാൻ സാർ എന്ന് പറഞ്ഞു. ഉലഹനാൻ സാർ. ആദ്യം ഒരു സോറി പറയട്ടെ. ആദ്യത്തെ കഥയുടെ പകുതി ഭാഗവും ഞാൻ കേട്ടില്ല. എന്നെ നമ്മുടെ ഈ ഇത് ചതിക്കുകയാണ് ചെയ്തത്. അതിലെ പകുതിയിൽ തൊട്ടാണ് മുന്നോട്ട് വന്നത്. എവിടെ എങ്ങനെ എന്ന ഒരു രൂപവും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ കഥയല്ല ആസ്വദിച്ചത്, അതിൻ്റെ സൃഷ്ടി രൂപങ്ങളാണ്. ഓരോ വാചകത്തിനകത്തും കൃത്യതയോടെ രണ്ട് വികാരങ്ങൾ ഒരേ സമയം വന്നുകൊണ്ടിരിക്കുന്നതും അതിലെ ഭാഷ അത് വളരെ ഭംഗിയായിരുന്നു. കഥയുടെ അവസാനത്തിൽ എത്തുമ്പോൾ കുറച്ചൊക്കെ പിടികിട്ടിയെങ്കിലും അതിനെക്കുറിച്ച് കമന്റ് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മാം ആ കഥ നന്നായി പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ രണ്ടാമത്തേക്ക് ഓടിപ്പോവാം. രണ്ടാമത്തെ കഥയാണ് നമ്മളിലെ ഓരോരുത്തരുമെന്ന് നാം മനസ്സിലാക്കുക. നമ്മളൊക്കെ യഥാർത്ഥത്തില് ഗൗരവത്തില് ഈ ഭൂമിയിൽ ഇങ്ങനെ പതിച്ചു നിൽക്കുകയാണ്. പക്ഷെ എവിടെയെങ്കിലും ശക്തമായൊരു കാറ്റ് വന്നാൽ നാം ആ കരിയില പോലെ പറന്നു പോകും, ആ മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോകും. പറയുമ്പോഴൊക്കെ ഉറക്കെ പറയാം. ആ കഥ വാസ്തവത്തിൽ ഹൃദയത്തിൽ കൊള്ളുന്നതാണ്. അത് ഭംഗിയായി രണ്ടാമത്തെ കഥ അവതരിപ്പിച്ചു. താങ്ക് യു ഓമന ടീച്ചറെ. നമസ്കാരം. താങ്ക് യു സർ. വളരെ ചെറിയ കഥയാണെങ്കിലും ശരിക്കും നമ്മുടെ മനസ്സിനെ സ്പർശിക്കും. ഓക്കെ, ഷിലമ. ഗുഡ് ഈവനിങ് സാറേ, ഉലഹനാൻ സാറ്, സാബു സാറ്, ഓമന ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. ടീച്ചറിന്റെ കഥയുടെ അവതരണം നല്ല ഇതുണ്ടായിരുന്നു. കാരണം വായിക്കുമ്പോ നമുക്കേ അതിലെ ഓരോ സംഭവങ്ങളും ഉണ്ടല്ലോ, സാധാരണ ഈ ആധുനിക കഥയോട് സാമ്യം നിൽക്കുന്നുണ്ട്. 1967 കഥയെന്ന് പറയുമ്പോൾ നമുക്കതങ്ങോട്ട്, ഞാനത് കേൾക്കുമ്പോൾ എനിക്കൊരു ചെറിയ അതിശയം തോന്നി. കാരണം ഇപ്പോഴത്തെ കഥയായിട്ടാണ് എനിക്ക് ഇത് അനുഭവപ്പെട്ടത്. ഈ പുതിയ ആൾക്കാരുടെ കഥ ഈ രീതിയിലാണ്. പിന്നെ ഇതില് പിന്നെ അവസാനത്തെ പോർഷനൊക്കെ പറയുന്നുണ്ടല്ലോ, കണ്ണിലൂടെയും മൂക്കിലൂടെയും ഒക്കെയുള്ള ആ ദ്രാവകം വരുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക്
ശരിക്കും ആ ഒരു നമുക്ക് തന്നെ ശരീരത്തിന് ഒരു തളർച്ചയോ എന്തൊക്കെയോ അനുഭവപ്പെടുന്ന പോലെ തോന്നി കേട്ടോ മാം. പിന്നെ പിന്നെ ജെയും എമ്മും അല്ലേ, അവര് രണ്ട് പിന്നെ അപരന്മാരാണ്, രണ്ടും ഒരേപോലെ ഉള്ളവര്. ഇതില് എനിക്ക് തോന്നുന്നത് ഇത് അയാളുടെ മനസ്സിലെ ഒരു വേറൊരു സൃഷ്ടിയാണോ, ജെയുടെ വേറൊരു സൃഷ്ടിയാണ് ഈ എം എന്ന്. കാരണം അയാളുടെ മനസ്സിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആകണം അല്ലെങ്കിൽ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു വിചാരം ഉണ്ടെങ്കിൽ അയാൾ തന്നെ സൃഷ്ടിച്ച ഒരു രൂപമാണോ ഈ അപരനെന്ന് പലപ്പോഴും തോന്നി. കാരണം അയാൾ ദാരിദ്ര്യവും അതുപോലെ ബുദ്ധിമുട്ടിയും ജോലി ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ അയാൾ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഈ എം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അവസാനം അയാൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതാണ് ഈ തിരിച്ചറിവ് ആണ് അത് അവസാനം കൊണ്ട് കഥ നിൽക്കുന്നതെന്നുമാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അതിൽ പിന്നെ ഒരുപാട് എന്തുവാ നമ്മൾ സാധാരണ കാണാറുള്ള പിന്നെ അതാരും അങ്ങനെ അത്ര എക്സ്പ്രസ് ചെയ്ത് എഴുതാറില്ല. അതായത് 10:20 പാലത്തിനടുത്ത് വരിക, പിന്നെ 3:45 നമുക്ക് പോകാം അല്ലെ, പത്രം ഇടാം 3:15 എത്തും, പിന്നെ സുന്ദരി ബസ്സിൽ വരും. ഇതെല്ലാം സ്വാഭാവികമായിട്ട് മിക്കവാറും ഉള്ളത് അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇതെല്ലാം നമ്മുടെ ചെറുപ്പകാലത്ത് ഇപ്പോഴും. പിന്നെ അവതരണം നല്ലതായിരുന്നു. പിന്നെ ചിരിക്കാത്ത മുഖമുള്ള ഞാൻ പൊട്ടിച്ചിരിക്കുന്ന കാറിലിരുന്ന് പൊട്ടിച്ചിരിച്ച് കടന്നുപോയി എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നതല്ലേ, ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ ആഗ്രഹമാണ്. കാറില്ലാത്തവന് കാറ് വേണം, കാറുള്ളവന് ഏറ്റവും പുതിയ കാറ് വേണം. അത് മനുഷ്യന്റെ ആഗ്രഹമാണ് അവിടെ എക്സ്പ്രസ് ചെയ്ത് അത് പ്രതിഫലിപ്പിച്ചത് കഥാകാരൻ എന്നാണ് തോന്നിയത്. അത് ഒന്നാമത്തെ കഥ അങ്ങനെ. അപ്പൊ അയാളിലെ തന്നെ വേറൊരു രൂപത്തെ, ഒരു നല്ല ഒരു സാമ്പത്തികമുള്ള ഒരു രൂപത്തെയാണ് അയാൾ ആദ്യമൊക്കെ പിന്നെ ഇത് സങ്കല്പത്തിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവസാനം അയാൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ള ഒന്നാമത്തെ കഥ. പിന്നെ കരിയിലക്കാറ്റ് പോലെ എന്ന് പറയുന്നത് അതും ഇപ്പോൾ അന്ന് ഇതുപോലൊരു ഫീലിംഗ് ഉണ്ടാവും വീട്ടുകാർക്ക്. മകൾ പോയി എന്നറിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു വിചാരമൊക്കെ ഉണ്ടാവും. പിന്നെ തമ്മിൽ രണ്ടുപേരുടെ ഡിസ്കസ് ചെയ്യും. അന്ന് നാട്ടുകാരങ്ങ് ഏറ്റെടുക്കലാണ് പതിവ്. പക്ഷെ ഇപ്പോഴത്തെ കഥയായിട്ട് തന്നെ തോന്നുന്നു. അതും കുറച്ചു നേരം നമ്മൾ അതിന്റെ പരമ്പരായികളെ കുറിച്ച് ചിന്തിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, എപ്പോഴും എല്ലാവരും എടുക്കുന്ന ഒരു തീരുമാനത്തിൽ തന്നെ അവരും എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കാരണം ഇത് മറ്റുള്ളവരെ അറിയിക്കണ്ട, ഇത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കണ്ട എന്ന് കരുതി അവരും സാധാരണ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പോയത് അവര് അത്ര മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ അവരുടെ സങ്കടമാണ് ദേഷ്യമായിട്ട് മറ്റു പിള്ളേരിലും ഒക്കെ കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ കരിയിലക്കാറ്റ് പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ കരിയില ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും ആ നിൽക്കുന്ന പച്ചപ്പിലാവിലെ താഴെ വീണ് കരിഞ്ഞ് അതിങ്ങനെ പറന്നു പോകുന്നത് പോലെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുകയും അത് ഇതുപോലെ തന്നെ അങ്ങ് മറന്നു വിടുകയാണ് നമ്മൾ എന്നുള്ളതാണ് രണ്ടാമത്തെ കഥയിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എനിക്ക് മനസ്സിലായത് അതാണ്. താങ്ക്സ് ഓമന ടീച്ചറിനെ, നല്ല രണ്ട് കഥകൾ കൊണ്ടുവന്നു. അത് വായിച്ചതും നല്ലതായിരുന്നു കേട്ടോ. ശരിക്കും നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ആദ്യത്തെ കഥയുടെ അവസാന ഭാഗമൊക്കെ വന്നപ്പോഴേ. ശരി, താങ്ക് യു വെരി മച്ച്. ഈ ആദ്യത്തെ കഥയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ചില സാഹചര്യങ്ങളുണ്ട്. ഒരു അപരന്റെ സാന്നിധ്യം ഉണ്ടായ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയണം. കാരണം ഈ ആളല്ല മറ്റൊരാളാണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ ചില സംസാരങ്ങളും നമ്മോട് ചില ഇൻട്രൊഡക്ഷൻസും ചിലരൊന്ന് പരിചയപ്പെടുന്നതും ഒക്കെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. ഇനി ആരാ ഉള്ളത്? സുധോധനൻ ഡോക്ടർ ഉണ്ടോ? സുധോധനൻ ഡോക്ടറിന്റെ പിന്നെ കമന്റ്സ് വളരെ രസകരമാണ്. അത് കേൾക്കാൻ താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്. ഞാന് ബാംഗ്ലൂര് എൻ്റെ മോളുടെ കുഞ്ഞിനെ കുളിപ്പിച്ച് ക്രീമൊക്കെ പുരട്ടി ഒരുക്കുകയാണ്. പക്ഷെ ഫോൺ അടുത്ത് വെച്ചിട്ട് ഞാൻ ഈ കഥ കേൾക്കുന്നുണ്ട്. കാരണം ഈ പി പത്മരാജന്റെ കഥകളൊക്കെ വളരെ അത്ഭുതകരമായ പുതുമയുള്ളതാണ്. എല്ലാ കാലത്തും അത് വളരെ ഗംഭീരമായിട്ട് നിൽക്കുകയും നമുക്കത് വായിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ്. കാരണം ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഞാനായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ചേട്ടൻ പത്മലോചനൻ ഒക്കെ എൻ്റെ ഏട്ടൻ്റെ ഒരു പേഷ്യൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ കുടുംബമൊക്കെ ആയിട്ട് ഞാവരക്കൽ കുടുംബം
അദ്ദേഹത്തിന്റെ അമ്മ വലിയ കഥ പറഞ്ഞ് ഇദ്ദേഹത്തിനെ കഥാകാരനാക്കിയതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ അറിവുകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഥകൾ എല്ലാ കാലത്തും അത് വളരെ റിലവൻ്റ് ആയിട്ട് പുതുമ നിലനിർത്തിയ ഒരു കഥയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ കഥ അപരൻ സിനിമയായിട്ട് വന്നെങ്കിലും നമുക്ക് തന്നെ അത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ തന്നെ ഒറിജിനൽ ആണോ എന്ന് നമുക്ക് തന്നെ തോന്നാറില്ലേ? നമ്മൾ ഒരു കാമുകിയുടെ മുന്നിൽ അഭിനയിക്കുന്ന ആള് വളരെ നല്ല സ്വഭാവങ്ങളുള്ള പണ്ടത്തെ സിനിമ, അതെ, പണ്ടത്തെ സിനിമയിലെ നസീറിനെയൊക്കെ പോലെ എല്ലാ എന്താ പറയാ, ഗുണങ്ങളുടെയും ഒരു മൂർത്തിമത് ഭാവം. അതേ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഭയങ്കര നീചനായിട്ടും ഈ പറഞ്ഞ പോലെ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന സങ്കല്പ ലോകത്തൊക്കെ കഴിയുന്ന ഒക്കെ ആയിട്ടാണ്. അങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് കാണാം. പിന്നെ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി, നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? അങ്ങനെ ഒരു പരിധിവരെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓഫീസിലൊക്കെ നമ്മൾ പിന്നെ മറ്റുള്ളവരുടെ ഓപ്പോസിറ്റ് സെക്സിന്റെ മുന്നിലും ഒക്കെ പിന്നെ ഒരുപാട് നാട്യങ്ങളും ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ഈ എൻ്റെ കൂട്ടുകാരികളായിട്ട് കൂടെയുള്ളവരുടെയൊക്കെ കുടുംബജീവിതം ചോദിച്ചാൽ മാതൃകാ ഭർത്താവ്, മാതൃകാ ഭാര്യ, എല്ലാം സ്നേഹമയിയായ അമ്മായിയമ്മ എന്നെല്ലാം പറയും. പക്ഷേ ഒറിജിനലായിട്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒരു സർക്കസിലെ മൃഗങ്ങളെ പോലെ അങ്ങനെ കൂട്ടിൽ അടയ്ക്കപ്പെട്ടവരും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ കഥയ്ക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മൾ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാനൊരു കാര്യത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ലോകത്തിൽ ഒരേ ഒരു ശുദ്ധോദനൻ ഞാനേ ഉള്ളൂ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്, ഞാൻ മാത്രം. അപ്പോൾ അതുകൊണ്ട് ഒരു അപരൻ ഈ പേരിൽ വരാൻ യാതൊരു സാധ്യതയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ ഡിഫറൻ്റ് ആണ്. നമ്മൾ ഈ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയൊക്കെ വളരെ വളരെ വ്യത്യസ്തരാണ്. അത് ഒക്കെ ഈ ഒരു കഥയ്ക്കുള്ളിലായിട്ട് ഈ ഭാവങ്ങളൊക്കെ ചേർത്തൊരു ഭംഗിയുള്ള കഥയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ക്രാഫ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളിന് മാത്രം കഴിയുന്ന വലിയൊരു സൃഷ്ടിയാണത്. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒരാളുണ്ടായിരുന്നു. പുള്ളി ഈ വലിയ ഒരു പ്രണയ രോഗിയായിരുന്നു. പുള്ളി ഇങ്ങനെ പ്രണയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളി ഇപ്പോൾ ഒരു സന്യാസിയാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഈ ആരാധക വൃന്ദമുള്ള ഒരു സന്യാസിയാണ്. പേരൊന്നും ഞാൻ പറയില്ല. അങ്ങനെ ഒരു ഇതില്, കാരണം ഈ യഥാർത്ഥത്തിൽ രൂപം ഏതാണ്? ഈ ജെ ആണോ എം ആണോ ഏതാണ് യഥാർത്ഥ ഞാൻ എന്ന് ഓരോരുത്തരൊക്കെ ആലോചിക്കാൻ പറ്റുന്ന രീതി. കഥ വായിച്ച് കുറേ നേരം ഇരുന്ന് ചിന്തിച്ചാലേ നമുക്ക് അതിൻ്റെ രസം കിട്ടും. ഡയറക്റ്റായിട്ടുള്ള ഒരു കഥയല്ലത്, പല തലങ്ങളുള്ള. പിന്നെ കരിയിലക്കാറ്റ് നമുക്കറിയാവുന്നതാണ്. ഇപ്പം കരിയിലയും കാറ്റും ഒന്നും അല്ലത്. ഇപ്പോൾ അത് ഈ പണ്ടത്തെ കഥയാണത്. പണ്ട് പത്മരാജൻ്റെയൊക്കെ കൗമാരകാലങ്ങളിലെ കഥയാണ് ഈ കരിയിലക്കാറ്റിലൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ. ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും യാതൊരു പെർമിഷനും ആവശ്യമില്ല മക്കൾക്ക്. ചാടിപ്പോവാനും ഓടിപ്പോവാനും തേച്ചിട്ട് വരാനും പിന്നെ ഒക്കെ. ശരിക്കും എൻ്റെ ഒരു ഒബ്സർവേഷനിൽ പറയുകയാണെങ്കിൽ ഒരു 2-3 ചാട്ടമൊക്കെ കഴിഞ്ഞാലേ ഒരു പക്വത വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 3 ഡൈവേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് അനുയോജ്യമായിട്ടുള്ള ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഒക്കെ മാറാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണ്. നമുക്കറിയാലോ, ഈ കേരള മാട്രിമോണിയൽ പോലെ തന്നെ ഈ വിവാഹമോചിതർക്കുള്ള മാട്രിമോണിയലൊക്കെ ഉണ്ട്. അതിൽ കയറി നമ്മൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. 9ാമത്തെ ദിവസം തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് മോചിതയായത് അത് പിന്നെ അന്വേഷിക്കുമ്പോഴാണ് ചാടിപ്പോയതായിരുന്നു. ചാടിപ്പോവാന്ന് പറഞ്ഞാൽ മീൻ കൊട്ടയിൽ നിന്ന് ചാടുന്നത് പോലെ, അല്ലെങ്കിൽ മീൻ വലയിൽ നിന്ന് ചാടിപ്പോയതുപോലെയാണ് കുടുംബങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ ചാടിപ്പോക്കുമൊക്കെ. അതും നമ്മുടെ കാലത്തൊക്കെ സുഹൃത്തെന്നേ ഉള്ളായിരുന്നു. ഇപ്പൊ ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത്, അമ്മയുടെ ആൺ സുഹൃത്ത് എന്നൊക്കെ ആയിട്ട് വാക്കുകൾ അങ്ങനെ പരിണമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കഥാകാരന്മാർക്ക് ഈ മേച്ചിൽപ്പുറങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു കാലമാണ്. പക്ഷെ 2 കഥകളും വളരെ ചെറിയ കരിയിലക്കാറ്റും ആദ്യത്തെ കഥയും ഒക്കെ ക്ലാസിക് കഥകളെന്ന് തന്നെ പറയാവുന്നതാണ്. ഇരുന്ന് വ്യാഖ്യാനിക്കണം. മലയാള അധ്യാപകരൊക്കെ ഇരുന്ന് മണിക്കൂർ കണക്കിന് വ്യാഖ്യാനിച്ച് നമ്മളെപ്പോലുള്ള സാധുക്കൾക്ക് പറഞ്ഞു തരണം ഈ കഥയുടെ സാരാംശങ്ങളൊക്കെ. ഇല്ല, ഷേക്സ്പീരിയൻ ഡ്രാമകൾ വ്യാഖ്യാനിച്ചിട്ട് ഷേക്സ്പിയർ ബോധം കെട്ടു പോകും. ഇപ്പോഴത്തെ പണ്ടത്തെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ഇംഗ്ലീഷ് പ്രൊഫസർമാർ ഈ വ്യാഖ്യാനിച്ച് മനോഹരമാക്കി അതിൻ്റെ തേൻതുള്ളികളൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് നമുക്ക് തരുമ്പോഴത്തേക്ക് ഞാനൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് അന്തം വിട്ടുപോയിട്ടുണ്ട്. ആന്റണി ആൻഡ് ക്ലിയോപാട്ര ഒക്കെ പഠിപ്പിച്ച് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ ഒരു ജേക്കബ് സാറും ഒക്കെ. അപ്പൊ അന്നൊരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ തന്നെ ഉണ്ടാവും ഷേക്സ്പിയർ പഠിപ്പിക്കാൻ. അദ്ദേഹത്തിന് ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത് പോലും. ആ രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള തലങ്ങളുള്ള 2 കഥകൾ.
എന്തായാലും ഇത് മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു കേട്ടോ. കാഥികൻ വേറെയാണ്, പക്ഷെ ഇതിപ്പോ നമ്മളോട് വായിച്ച് കേൾപ്പിച്ച ആളും വളരെ ഭംഗിയായിട്ടൊക്കെ പറഞ്ഞു. ആ ആളിന്റെ ഒരു വ്യാഖ്യാനം കൂടെ കേൾക്കണമെന്ന് എനിക്ക് വലിയൊരു മോഹമുണ്ട്, ഈ കഥ സെലക്ട് ചെയ്ത് വായിച്ച ആളിന്റെ. ഞാൻ എന്താ പേരക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരി, താങ്ക് യു. പേരക്കുട്ടിയും കൂടെ ആ വീഡിയോയിൽ കാണിക്കാൻ. അവൻ ഓടി അവനെ ഡ്രസ് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓടി. UKG കേട്ടോ. പക്ഷെ ഓടി. ഓക്കെ സാർ, താങ്ക് യു. റോയ് സാർ. ഒരാൾ ചെയ്യാത്ത പല കാര്യങ്ങളും, ചെയ്യാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ചെയ്തതായി തെറ്റിദ്ധരിച്ച് ഒരു വ്യക്തി പലരും സമീപിക്കുമ്പോഴാണ് എൻ്റെ രൂപസാദൃശ്യമുള്ള വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് സംശയം തോന്നുന്നത്. അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ സാമ്പത്തികമായും ഇങ്ങനെയുള്ള വേലയൊക്കെ ഇറക്കി നടക്കുന്ന ആള് ഒത്തിരി സമ്പന്നനായിരിക്കുമെന്ന് അദ്ദേഹം ധരിച്ചു. കാരണം അതുപോലെയുള്ള വേറെ ആരെയും ഇതൊന്നും നോക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളായിരുന്നു അത് എന്നാണ് ഈ M എന്ന് J മനസ്സിലാക്കി. അപ്പോ ആ ഒരു ധാരണ സമൂഹത്തില് മറ്റുള്ള ഈ രൂപസാദൃശ്യം കൊണ്ട് മറ്റാളുടെ പ്രവർത്തികളെല്ലാം താൻ ചെയ്തതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന അവസരമാണ് അവിടെ അദ്ദേഹത്തിന് തോന്നിയത്. പക്ഷെ അത് അങ്ങനെ അയാൾ സമ്പന്നനായിരിക്കുമെന്ന് ധരിച്ചിരുന്ന ഒരാളുമായിരുന്നു. ഏതായാലും അവസാനം രക്തം കലർന്ന തുപ്പൽ കണ്ടപ്പോഴാണ് ഇതുപോലെയൊക്കെ ജീവിച്ച ആള് ഒന്നും സമ്പാദിച്ചിട്ടില്ല, ജീവിതം തന്നെ കരയിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നത്. അതുവരെ അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ സമ്പന്നനായി കാണും, ഈ പോക്കിരിത്തരമൊക്കെ കാണിച്ച് നടന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അപ്പോ 25 പൈസ ചോദിച്ചപ്പോൾ ആണ് അദ്ദേഹം ദരിദ്രവാസിയാണെന്നും അദ്ദേഹം ഒന്നും നേടിയിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് ഈ ഗതി വന്നതെന്നും ആണ് ഞാൻ ഈ പറയുന്ന J മനസ്സിലാക്കിയത്. അപ്പോൾ ഒരാളുടെ പ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹം സമ്പന്നത നേടി എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ളത് ഒരു കാരണമാണ് ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നത്. പക്ഷേ തന്നെ പോലെ രൂപസാദൃശ്യം ഉള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്ത മോശപ്പെട്ട എല്ലാ സംഗതികളും താനാണെന്ന് തെറ്റിദ്ധരിച്ചു. അത് ഈവൻ ദാറ്റ് ലവ് അഫെയർ വരെയും. അപ്പോൾ അത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചത്, എഴുതിയ കഥ വളരെ ഭംഗിയായി വായിച്ച് നമ്മളെല്ലാം ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അത് തന്നെയല്ല, കഥയിൽ തന്നെ പല കാര്യങ്ങളും ദൈനംദിന ജീവിതത്തിൽ കാണാവുന്നതും സംഭവിക്കാവുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായി അദ്ദേഹം അതിനകത്തോടെ പറയുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ ഒട്ടും ഉദ്ദേശം നശിപ്പിച്ച് കളയാതെ നമ്മളിലേക്ക് എത്തിച്ച ഓമന ടീച്ചറിന് വളരെയധികം അഭിനന്ദനം. പിന്നെ കരിയിലക്കാറ്റ് പോലെയുള്ള കഥയില് ഒരു പെൺകുട്ടി ആരുടെയോ കൂടെ പോയി, ജയശ്രീ ആരുടെയോ കൂടെ പോയി എന്ന് പറയുന്ന കാര്യമാണ് അത്. അവരുടെ സുഖവും ഭാവി ജീവിതവും സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്ത ഒരാളുടെ കൂടെ പോയി. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുടുംബജീവിതത്തിൽ എന്തുമാത്രം ഉണ്ടാകുമെന്ന് ആ അമ്മയുടെ വാക്കുകളിൽ നിന്നറിയാം. അനിയത്തിയെ വിവാഹം കഴിക്കാൻ നേരത്ത് ചേട്ടത്തി ഇങ്ങനെ ഒരാളുടെ കൂടെ പോയതാണെന്ന് പറയും. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആ കുടുംബജീവിതത്തെ എങ്ങനെ സ്പർശിക്കുമെന്ന് വളരെ ഭംഗിയായി വരച്ചു കാണിച്ച ഒരു കഥയാണ് ഈ കരിയിലക്കാട്ട് പോലെ. ഓക്കെ, ഏതായാലും പത്മരാജൻ്റെ ഈ കഥയും അതിൻ്റെ സൃഷ്ടിയും വളരെ ഭംഗിയായ രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ച ഓമന ടീച്ചർക്ക് അഭിനന്ദനം. താങ്ക് യു. താങ്ക് യു സാർ. അനിൽകുമാർ സാർ കേൾക്കാമോ? അതെ, ആദ്യ
ഓമന ടീച്ചറിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു രണ്ട് സർ. കഥകളുടെയും അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് ആ ടീച്ചറിന് ഒരു പ്രത്യേക കഴിവുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവരൻ എന്ന കഥയിൽ നമ്മൾ കണ്ട തൻ്റെ തന്നെ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ താൻ അനുഭവിക്കുന്നു ജയ അനുഭവിക്കുന്നുള്ള അവിടെ കാണിച്ചു തരുന്നത്. പുള്ളി വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഈ കുഴപ്പക്കാരനായ എമ്മിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് പുള്ളിക്ക് വളരെ വിഷമങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഒരു പെൺകുട്ടിയായിട്ട് എമ്മിൻ്റെ ബന്ധം, ആ സ്ത്രീ ജയയെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഇതൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ ഈ കഥയിൽ വരച്ച് കാണിച്ചു. അത് ടീച്ചറോട് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം ധരിക്കുന്നത് ഈ ദുഷ്ടതകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെല്ലാം നല്ല നിലയിൽ എത്തുന്നു എന്ന് ജയ അനുമാനിക്കുന്നു. പക്ഷേ അവസാനം പുള്ളി ഇത് മനസ്സിലാക്കുന്നത് അദ്ദേഹവും ഉദ്ദേശിച്ച പോലെ നല്ല നിലയിൽ എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പുള്ളി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒത്തിരി മെസ്സേജുകളുണ്ട്. എനിക്ക് തോന്നിയ ഒരു മെസ്സേജ് ഇതാ: എങ്ങനെ അവിഹിതമായ മാർഗത്തിൽ നമ്മൾ നടന്ന് നല്ല നിലയിലാകാമെന്ന് ധരിച്ചാലും അവസാനം ഈ അധോഗതിയിലേക്ക് പോകും എന്നുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ എമ്മിൻ്റെ കാര്യത്തിൽ ജയം മനസ്സിലാക്കിയെടുക്കുന്നത്. അതിൽ കൂടി നമ്മളെ വരച്ച് കാണിക്കുന്നത്. ഈ അവരൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഒരാൾ നല്ലതായിരിക്കും, മറ്റേ ആൾ മോശക്കാരനായിരിക്കും. മോശക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും നമ്മൾ ഒരു സിനിമയിൽ ഞാൻ കാണുകയുണ്ടായി. പിന്നെ അവരൻ ഈ ട്വിൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ഞാൻ പണ്ട് സെക്കൻഡ് BDCക്ക് ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ച് കഴിഞ്ഞ് താഴെ വരുമ്പോൾ അതിലെ ഒരു കുട്ടി, രണ്ടാമത്തെ കുട്ടി ഫസ്റ്റ് BAക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ആകെ കുറച്ച് നാളത്തേക്ക് വലിയൊരു ഇതായിപ്പോയി. അപ്പം ഞാൻ എളുപ്പം ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ആ പെൺകുട്ടി ഇവിടെ എന്തിനു വന്നേ വർത്താനം പറഞ്ഞിരിക്കുന്നത് എന്ന് അത് അവസാന നിമിഷമാണ് ഞാൻ അറിയുന്നത്. രണ്ടുപേര് തന്നെ, ഒരാൾ BDCക്കും ഒരാൾ ഫസ്റ്റ് BAക്കും ആയിരുന്നുള്ള കാര്യം. അത് ട്വിൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെയുള്ളവരെയും തിരിച്ചറിയാതെ സംഭവിച്ചിട്ടുണ്ട്. അത് പലയിടത്തും എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയല്ല വേറെ സ്ഥലങ്ങളിലും. അതല്ല ഈ കഥയിൽ, അവരൻ എന്ന കഥയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കഥയിൽ അവസാനം ഞാൻ കേൾക്കാൻ ഒത്തില്ല, കാരണം ഇടയ്ക്ക് ഒന്ന് രണ്ട് പേര് സംസാരിച്ചു, അതങ്ങനെ അത് വിട്ടുപോയെങ്കിലും ആദ്യത്തെ ഭാഗം കേട്ടു. കരിയിലക്കാറ്റ് പോലെ ഉള്ളതിനകത്ത് രാവിലെ എഴുന്നേറ്റപ്പം ജയശ്രീ എന്ന് പറയുന്ന മകൾ ഒളിച്ചോടിപ്പോയി. അത് ആരുടെ കൂടെ പോയി എന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അതിവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. അതിന് തന്നെ 2 അനിയത്തിമാരും ഒരു അനുജനും ഒക്കെ ഉള്ളതാണ്. ലാസ്റ്റ് അവരൊരു തീരുമാനം എടുക്കുന്ന ഭാഗം വരെ കേട്ടു. അതായത് മറ്റുള്ളവരെ ഈ കാര്യം അറിയിക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. ബാക്കി ഞാൻ പറഞ്ഞു നിർത്തിയില്ല. എന്തായാലും ഇതിപ്പം സത്യത്തിൽ ഒളിച്ചോട്ടമൊക്കെ ഇപ്പോൾ ഒരു കോമൺ ആയിരിക്കുക. നമ്മൾ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാലും പോയി അവർ വിവാഹിതരാകുന്നു, ബാക്കിയുള്ള കാര്യങ്ങളില്ല, പോയി കബളിക്കപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം അത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡാണ്. നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ്, തലമുറയുടെ ഒരു വ്യത്യാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കിനി ഒന്നും കൂടെ വായിച്ച് ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഇതിൻ്റെ എല്ലാം മെസ്സേജുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. എന്തായാലും ടീച്ചറിൻ്റെ അവതരണം വളരെ ബെറ്റർ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ കഥയെ അവതരിപ്പിച്ച് ടീച്ചറിന് എല്ലാവിധമായ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആരോടാ? താങ്ക് യു സാർ. താങ്ക് യു അമന ടീച്ചറെ. അപ്പോൾ 2 കഥാകഥനം വളരെ മനോഹരമായി. 2 കഥയും ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു. അതിൽ ഈ പത്മരാജൻ്റെ കഥകളെപ്പോഴും മനുഷ്യനെ കൺഫ്യൂഷനാക്കും. അവാർഡ് ഫിലിം പോലെ ഒരു പിടുത്തം കിട്ടില്ല. 10 ആൾ 10 തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റിയ തലത്തിലായിരിക്കും. അപ്പം തെറ്റിദ്ധരിക്കപ്പെട്ട എം പലപ്പോഴും ജെ ആണെന്ന് ഉള്ള പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. കാരണം എൻ്റെ പോലത്തെ ഒരാളുണ്ടെന്നുണ്ട്. ഞാൻ കേച്ചേരിയിൽ എൻ്റെ പോലത്തെ ഒരു ലേഡി വക്കീലാണ്. കുറേ അവരെ തിരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പല പ്രാവശ്യമേ എന്നോട് ആ മമ്മിയൂര് വെച്ച് നിങ്ങളല്ലേ ഇപ്പം തന്നെ 2-3 പേര് ആയിട്ട്, ഞാൻ പറഞ്ഞു ഞാനാ, ഇപ്പം മാറിയിട്ടുണ്ടാവും, ഒരു 6-7 കൊല്ലം മുമ്പ്. വണ്ടിമേൽ 2 വീലർ
2-3 കക്ഷികളായിട്ട് പറഞ്ഞു ഞാൻ ടീച്ചറാണ്. അയാളാ വക്കീലിനെ അന്വേഷിച്ച് നടക്കുന്ന ആളായിരുന്നു. അപ്പൊ ഇതുപോലെ പണി കിട്ടിയവരുണ്ടാവും. എനിക്ക് സത്യം പറയാനോട് ദേഷ്യം വന്നത്. അപ്പോൾ മറ്റേ ജോണിയേട്ടൻ വന്നു, അത് നമ്മളെ ടീച്ചറാണ്, നിങ്ങൾ പറഞ്ഞ വക്കീൽ ഏതുണ്ടാവും, അത് പോയി അന്വേഷിച്ചിട്ട് വരാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പണി അന്വേഷിച്ച് നടക്കണവരുണ്ടാവും. അപ്പൊ ഇതുപോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കളഞ്ഞ്. പിന്നെ പല ക്ലാസ്സിലായിട്ട് ഇരട്ട കുട്ടികളെ കഷ്ടപ്പെട്ടിട്ടുണ്ട് തിരിച്ചറിയാൻ. 2 ബെഞ്ചിന്റെ 2 അറ്റത്ത് ഇരുത്തിയിട്ട് 2 ബെഞ്ചിലിരുത്തിയിട്ടൊക്കെ ഞാൻ അവരെ തിരിച്ചറിയാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് പിന്നെ 2 വ്യക്തികളാണ്. അപ്പൊ അതില് ഈ കുന്നിറങ്ങി വരുമ്പോഴും തിയേറ്ററില് മുതുകിലടിച്ചിട്ട് ജയല്ലേന്ന് ചോദിക്കുമ്പോഴും വഴി ചോദിക്കുമ്പോഴും പൈസ വാങ്ങിയ കഥ ചോദിക്കുമ്പോഴും ഒക്കെ അയാൾ കിടന്നിട്ട് പാവം കഷ്ടപ്പെടാണ്. പക്ഷെ ഇത് ഒരാളെ ഉള്ളിലുള്ള 2 ഭാവങ്ങളാണോ 2 മനുഷ്യരാണോ എന്നുള്ളത് കുറെ നേരം കഥ കേട്ടിരിക്കണ ഒരു കൺഫ്യൂഷൻ ആയി പോവും. അപ്പൊ മറ്റേ വഴിയിലുണ്ടായിരുന്ന ഒരാള് നാവടിച്ച് ശബ്ദം ഉണ്ടാക്കി. ഇയാള് പാവം ഒളിച്ചോടാൻ പറ്റുന്നില്ല, മുഷ്ടിയുരുട്ടി ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇയാളെ മനസ്സിൽ ജയ വൃത്തികെട്ടവനാണ്, എല്ലാ തരത്തിലും നീചനും നികൃഷ്ടനും പണം ധൂർത്തടിക്കണമെന്നൊക്കെയാണ്. അദ്ദേഹത്തെ കുറിച്ച് എമ്മിനെ കുറിച്ച് വീട് ചുമന്ന് എല്ലാ ഉത്തരവാദിത്വവും ഏറ്റ് സ്വന്തം ജീവിതത്തിന് ജീവിക്കാൻ മറന്നുപോയി, വിവാഹം പോലും മറന്നൊരു മനുഷ്യൻ. അപ്പൊ ഈ ദ്വന്ദ്വ വ്യക്തിത്വമുള്ളവരുടെ കഥ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ്. കാരണം ഒരു കൺഫ്യൂഷൻ ആക്കി കളയും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ജീവിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് അവര് എപ്പോഴാ ദ്വന്ദ്വ വ്യക്തിത്വം പുറത്തേക്ക് വരാന്നറിയില്ലല്ലോ. പത്മരാജൻ അത് തന്റെ തൂലികയിലൂടെ വളരെ മനോഹരമായിട്ട് അവാർഡ് സിനിമ പോലെയാണ് എനിക്ക് തോന്നി കഥ കേൾക്കുമ്പോ. അത് അതിന്റെ ഗഹനത നമുക്ക് ഒളിഞ്ഞിരിക്കണത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കുമ്പോ പിന്നെ നോക്കുമ്പോ വേറെ തല തോന്നാം. പലപ്പോഴും സ്വന്തം വ്യക്തിത്വത്തിൽ തന്നെ ഇയാൾ മുഴുകിപ്പോണ്ടോ അപരനിലേക്ക് മാറുന്നുണ്ടോ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ കുറെയൊക്കെ പലപ്പോഴും മാറാറുണ്ട് നമ്മള്. പുറത്തു പോകുമ്പോഴും ചില സന്ദർഭത്തിൽ വീട്ടിൽ വരുമ്പോഴൊക്കെ നമ്മളെ മുഖഭാവമൊക്കെ മാറാറുണ്ട്, ഇങ്ങനെ അല്ലെങ്കിലും. അപ്പൊ മുഖം മൂടി വെച്ച് പേഴ്സോണ എന്നൊക്കെ പറഞ്ഞത് പലപ്പോഴും നമുക്കൊക്കെ കുറച്ചില്ലേന്ന് ജെയും എമ്മിന്റെയും കഥ കേട്ടപ്പോ കുറച്ചൊക്കെ തോന്നാതില്ല. ഒരു റിയാലിറ്റി ഷോ ആണോ അതോ കൺഫ്യൂഷനുള്ള ജീവിതമാണോ എന്നൊക്കെ എവിടൊക്കെ തോന്നിയൊരു കഥയാണ് ടീച്ചറെ. താങ്ക് യു. പിന്നെ ഇപ്പൊ റോയ് സാറ് പറഞ്ഞു, ശുദ്ധോധനൻ സാറ് പറഞ്ഞു, അനുകുമാർ സാർ, ഓരോരുത്തർ പറയുമ്പോൾ സാബു സാറ് പറയുമ്പോഴൊക്കെ ഓരോരോ തലങ്ങളാണ്. അപ്പൊ കരിയിലക്കാറ്റില് എനിക്ക് തോന്നുന്നു അതിലും കുറെ നിഗൂഢതയും ഉൾക്കാഴ്ച വരും കാലഘട്ടങ്ങളിലൊക്കെ നേർക്കാഴ്ചകള് ഈ കഥാകാരന്മാർക്ക് ബുജികൾക്ക് ഉൾക്കണ്ണിലൂടെ അടൂരിന്റെ ഒക്കെ സിനിമ പോലെയാണ്, ഉൾക്കണ്ണിലൂടെ കണ്ട് രചന നടത്തുന്ന ഒരു ക്രിയേറ്ററാണ് ഇയാള്. അതാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിയുന്ന രചനകൾക്കുള്ള പ്രത്യേകത. അതായത് ഓരോ വ്യക്തിക്കും അവനവൻ്റെതായ രീതിയിൽ വരികൾക്കുള്ളിലൂടെയുള്ള വായന നടത്തിയിട്ട് അതിന്റെ ഇന്നർ മീനിങ് കണ്ടെത്താൻ കഴിയും. അപ്പൊ കഥാകാരൻ ചിന്തിച്ചതിനപ്പുറത്തൊരു തലം പലപ്പോഴും നമുക്ക് അതിന്റെ ആസ്വാദനത്തിലും അതിന്റെ വായനാ തലത്തിലൊക്കെ കണ്ടെത്താൻ കഴിയും. അപ്പൊ ജീവിതത്തിലെ എടുത്തുചാട്ടം കൊണ്ട് വന്ന് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴും സ്നേഹിച്ചവന്റെ കൂടെ പോകുമ്പോ അവള് രക്ഷപ്പെട്ടെങ്കിലും ആ പഴയ കാലഘട്ടങ്ങളിൽ ബാക്കി അവിടെ അവശേഷിക്കുന്ന സഹോദരങ്ങളും മാതാപിതാക്കളും വല്ലാത്തൊരു സഹനത്തിന്റെ പാതയാണ് പേറേണ്ടി വരാ. അതായത് ജീവിതം വളരെ നശ്വരാണ്, നൈമിഷികാണ്, നീർപ്പോളയാണെന്നൊക്കെ പറഞ്ഞാലും അവര് സഹിക്കുന്ന ഒരു സഹനമുണ്ട് സമൂഹത്തിന്റെ ഇടയിൽ. സമൂഹം ഉൾക്കൊള്ളൂല ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങി ഒളിച്ചോടിപ്പോയോളെ മോള്, അനിയൻ, അനിയത്തി, അങ്ങനെ കുറെ പേരുകൾ അപരനാമം ഇവർക്ക് കിട്ടും. ഇതൊന്നൊരു വിഷയമല്ല. കെട്ടിച്ച പെണ്ണ് കെട്ടാത്തവന്റെ കൂടെ ഓടിപ്പോയാലും കുട്ടികളിട്ട് ഓടിപ്പോയാലും ഇതൊക്കെ ഒരു ത്രില്ലായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ രണ്ടും നല്ല കഥ ടീച്ചറെ. താങ്ക് യു. ഓറ്റ് സാബ് സാർ. ജോർജ് സാർ. താങ്ക് യു സാർ. അമ്മ ടീച്ചറെ, അവതരണം അതിഗംഭീരമായിരുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ.
കണ്ടതും കേട്ടതും ഗംഭീരം, കാണാനിരിക്കുന്നതും കേൾക്കാനിരിക്കുന്നതും അതിഗംഭീരം എന്നതുപോലെ തന്നെയാണ് അവതരണവും അതുപോലെ കിട്ടിയ ഫീഡ്ബാക്കുകളും. ഭാവനാലോകത്ത് ഇത് എത്രമാത്രം വലിപ്പത്തിലും വിശാലതയിലുമാണ് ഓരോരുത്തരും പറഞ്ഞു കൊണ്ടുവരുന്നത്. ആദ്യത്തെ കഥയിലേക്കാൾ ഉപരിയായി രണ്ടാമത്തെ കഥയിൽ എന്നെ സ്പർശിച്ച ചില കാര്യങ്ങൾ തോന്നിപ്പോവുക. ഏത് തലമുറയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ പേരൻസ് ആണ് പഴി കേൾക്കുന്നത് മുഴുവൻ, അല്ലേ? അവരോട് പറയും വളർത്തു ദോഷമാണ്, കണ്ടില്ലേ മക്കളെ നോക്കണം, വേറെ എന്നാ ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം. ഈ പഴി ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ അവർ കേൾക്കണം. അവരുടെ മനസ്സിൽ അത് 100 തരം ചിന്തകളായിരിക്കും. അവരിങ്ങനെ പറയില്ലേ, ഇവരിങ്ങനെ പറയില്ലേ, ബന്ധുക്കൾ പറയില്ലേ, സ്വന്തക്കാർ പറയില്ലേ. അങ്ങനെ അവരങ്ങനെ തിളച്ചു മറിയുന്ന ഒരു 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 അവസ്ഥയിൽ നീറി കഴിയുക, വെന്ത് നീറി കഴിയുക എന്ന് പറയുന്ന ആ ഭാവനകളെല്ലാം അവിടെ ഉണ്ടാവും. അത് യാഥാർത്ഥ്യം. അത് എല്ലാ തലമുറയിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ ഗാംഭീര്യം കുറഞ്ഞു വരുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അത് യാഥാർത്ഥ്യം തന്നെ. പിന്നെ ഈ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തെറ്റ് എന്ന് പറയുന്ന ഒന്നില്ല. തെറ്റ് അവർക്ക് കാണാനേ ആവില്ല. തെറ്റുന്നവർ ചിന്തിക്കുക പോലും ചെയ്യില്ല. അപ്പോ അവരുടെ ഭാഗത്ത് വലിയ ശരികളുണ്ട്. സാർ അവിടെ ഉണ്ട്. സഹോദരങ്ങളും ഇതുപോലെ തന്നെ നീറി കഴിയേണ്ടി വരുന്നവരാ ഒരു കുറെ കാലഘട്ടത്തേക്കെങ്കിലും. അത് കഴിയുമ്പോൾ കാലം ഇതൊക്കെ മറക്കാൻ പ്രേരിപ്പിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ബൈ ബൈ ബൈ. ബൈ. സ്നേഹലത സാർ. ഇല്ല. ഓക്കെ ഓക്കെ. അപ്പം താങ്ക് യു ബൊമ്മന ടീച്ചർ. മനോഹരമായ 2 കഥകൾ. പറയട്ടെ സാർ, പറയട്ടെ. പറയും. ഓമന ടീച്ചർ ആദ്യത്തെ കഥ എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കഥ അത് വളരെ സ്പർശിക്കുന്നതാണ്. ആ 2 കൂട്ടരോടും ഒരുപോലെ തന്നെ വിഷമം തോന്നും. അച്ഛനമ്മമാർക്കും വിഷമമുണ്ട്, ഈ ഇറങ്ങിപ്പോയ മകൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാകും. ഇങ്ങനെ പോകേണ്ടി വരുന്ന സാഹചര്യം അവരവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാനൊക്കൂ. ആ കിട്ടി പോയത് എന്താന്ന് നമുക്കേ അറിയാനൊക്കൂ. എന്നാലും അവൾക്ക് അച്ഛനമ്മമാരെ വിട്ടുപോയതിൽ ഉടനെ ഉണ്ടായില്ലെങ്കിലും പിന്നീടെങ്കിലും ഉണ്ടാകും. അത് ഒരു വേദനിപ്പിക്കുന്ന അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. ചിലരെല്ലാം സക്സസ് ആയിട്ട് പോകും, ചിലർ ഒരുപാട് വിഷമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യം വളരെ നേരത്തെ തന്നെ പത്മരാജൻ സാറ് എഴുതിയിരിക്കുന്നു. അന്ന് ഇത് കൂടുതൽ തീവ്രമായിരുന്നു വിഷമമൊക്കെ. ഇപ്പൊ അത് കുറേശ്ശെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ആ സമയത്ത് ഇതേ മാനസികാവസ്ഥ തന്നെയാണ് എല്ലാ പേരൻസിനും ഉണ്ടാകുന്നത്, സഹോദരങ്ങൾക്കും ഈ പോയ കുട്ടിക്കും എല്ലാം. പിന്നെ ഇതെല്ലാം ഒരു അനിവാര്യതയാകുന്നു. താങ്ക് യു ഓമന ടീച്ചർ, നല്ല പ്രസന്റേഷൻ. ഞാൻ പറഞ്ഞോട്ടെ സാറേ. ഇനി മനസ്സിലായി പറയും. ആദ്യത്തെ കഥ അപരം എന്നുള്ള കഥ പത്മരാജന്റെ കഥകൾക്ക് ഇപ്പോൾ നസീമ ടീച്ചറും ഷീല മാമും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ആ കഥകൾക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ പലരും പല തരത്തിലുള്ള വ്യാഖ്യാനമായിരിക്കും കൊടുക്കുന്നത്. കാരണം അത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രയാസമാണ്. അതിന് ഒരു അർത്ഥമല്ല കാണുന്നത്, പല അർത്ഥം കാണും. ഷീല മാം പറഞ്ഞതുപോലെ എനിക്കും തോന്നുന്നതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ അപരം എന്നുള്ള നിലയ്ക്ക് കാണുന്നത്. അല്ലെങ്കിൽ റോയ്സായി പറഞ്ഞതുപോലെ വേറൊരാള് ഉണ്ടാവാം. അപ്പൊ നമുക്കത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ളിലുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഉള്ളിലുള്ള വേറൊരു മുഖഭാവത്തെ ആണ് ഈ അപരം എന്നുള്ള നിലയ്ക്ക് പുള്ളി കാണുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ അത് വ്യാഖ്യാനിച്ച് എടുത്തിട്ട് വേണം അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പത്മരാജന്റെ കഥകൾക്ക് എല്ലാം ഉള്ള ഒരു പ്രത്യേകത ഇതാണ്. ഇപ്പൊ ഞാൻ പണ്ടൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നീരസം തോന്നിയിട്ടുണ്ട്.
കാരണം നമുക്ക് ഈ തല പുണ്ണാക്കിയിട്ട് ഒരു കഥ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ വലിയ വിഷമം. നമുക്ക് നേരെ പോകുന്ന നിലയ്ക്ക് ഒരു കഥ വായിക്കുക, മനസ്സിലാക്കുക, ആസ്വദിക്കുക. ഇതിന്റെ ഉള്ളിൽ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് ചിന്തിച്ച്, അത് മനഃശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ, നിസ്സാരമായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പണ്ട്, ഞാൻ പറയണം. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാനുള്ള ഒരു ഇതുമില്ല. കാരണം പത്മരാജൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു കഥ എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞ പോലെ തന്നെ, ഇത് അന്നത്തെ നസീമ ടീച്ചറും പറഞ്ഞു, ഇത് ആ ഒരു ഒളിച്ചോട്ടോ അല്ലെങ്കിൽ വേറൊരു അന്യമതക്കാരെ വിവാഹം കഴിച്ചു പോകുമ്പോഴുള്ള വിഷമതകള് സഹിക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബമാണ്. ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ആണിന്റെ വീട്ടുകാർക്ക് ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ഒരു ഇത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് മാറിയിട്ടുണ്ടെങ്കിലും കുറച്ച് ജോർജ് സാറ് പറഞ്ഞ പോലെ തന്നെ കുറച്ചെങ്കിലും നമ്മളത് സഹിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ചെറിയൊരു വിഷമം സൊസൈറ്റിയുടെ മുമ്പിൽ പോണ സമയത്ത്. ഇന്നലെ നമ്മൾ ആ മനഃശാസ്ത്രപരമായ കഥ, മനോജ് സാറിന്റെ കഥ കേട്ടപ്പോൾ അതിൽ തോന്നി, അതിൽ നമ്മൾ കേട്ടല്ലോ, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരിത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന വെച്ചാൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മകള് വേറെ കല്യാണം കഴിച്ചു പോയില്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കാത്ത ആൾക്കാർ സ്വാർത്ഥമായി ചിന്തിക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം നമ്മളുടെ അപ്ബ്രിങ്ങിങ് അങ്ങനെയായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് വാട്ട് എന്നുള്ള മട്ടിലായിരിക്കും ഇപ്പോൾ ആൾക്കാർ, സൊസൈറ്റി അല്ലെങ്കിൽ സമുദായം അതിനെടുക്കണത്. എനിവേ, രണ്ട് നല്ല കഥകളായിരുന്നു. ഓമന ടീച്ചർക്കും ഇത് അവതരിപ്പിക്കാനായിട്ട് ഒരുക്കി തന്ന സാബ് സാറിനും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സാർ. ഇനി ഓമന ടീച്ചർ പറയൂ, ടീച്ചറിന്റെ ഭാഷ്യം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു കഥ ഒരു ഒഴുക്കോടെ വായിച്ച് അതങ്ങ് ആസ്വദിച്ച് അങ്ങ് ഇരിക്കാൻ പറ്റിയില്ല. വളരെ ശ്രദ്ധിച്ച് മെനക്കെട്ട് വായിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഈ കഥയ്ക്കകത്ത്. ഒരാളുടെ രണ്ട് രൂപങ്ങള്, ഒരാൾ ഭയങ്കര ദുഷ്ടനും ഒരാൾ ഭയങ്കര നല്ലതുമാണ്. അപ്പൊ ഞാനത് കണ്ടപ്പം അതിന്റെ ആ സിനിമയുടെ കഥയൊന്ന് നോക്കി. ആ സിനിമയില് തമാശയുള്ള ഒരു കാര്യം, പിന്നെ ജയറാമാണ്. അപ്പൊ ജയറാമിന്റെ ഫ്രണ്ടാണ് അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ. അയാൾക്ക് പോലും ഇയാളെ പിടിച്ചോണ്ട് ഒന്ന് പ്രശ്നം തീർത്തു കൊടുക്കാൻ പറ്റുന്നില്ല. ജയറാം എവിടെ എന്തിനു പോയാലും ഈ കെയർ ഓഫിൽ അടി കൊള്ളാനും പോയ കാര്യം നടക്കാതിരിക്കാനും മടുത്തു, ജയിലിൽ പിടിച്ചിടലും ഒക്കെ ആയി. അപ്പൊ ഈ പോലീസ് ഓഫീസർ മാത്രമാണ് ആകെ ഒരു സപ്പോർട്ട്. എന്നാലും നടക്കാനുള്ള കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഉറപ്പായപ്പം ഈ അച്ഛനൊരു അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തയാളാണ്, ഹെഡ് മാസ്റ്ററായിരുന്നു, മധുവാണ്. അപ്പം രണ്ട് കുപ്പിയും മേടിച്ച് മധുവിനെ കൊണ്ടുപോയി കള്ളു കുടിപ്പിച്ച്, മധുവിന് അവിടെയെങ്ങാനും വല്ല പറ്റുകൂടി ഉണ്ടായിരുന്നോ, ഈ കുട്ടി അനാഥക്കുട്ടിയായിരുന്നു എന്ന് മനസ്സിലായി. ഈ അനാഥക്കുട്ടിയായിരുന്നു. ഇപ്പൊ ഒരു കന്യാസ്ത്രീ പറയുന്നുണ്ട്, ആ രൂപത്തിന്റെ മുമ്പില് ഇങ്ങനെ പിള്ളേരെ കൊണ്ടയിടും, അങ്ങനെ ഇട്ടിട്ട് കിട്ടിയ കുട്ടിയാണ്, ചെറുപ്പത്തിലെ ഒരു കള്ളസ്വഭാവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അപ്പനെ തലങ്ങും വിലങ്ങും രണ്ട് കുപ്പി ഫുള്ള് കുടിപ്പിച്ചേച്ച് ചോദിക്കുന്നുണ്ട്. അതെ, പക്ഷെ അപ്പം നോയും പറയുന്നില്ല, എസും പറയുന്നില്ല, വിട്ട് പറയുന്നില്ല എത്ര കള്ളു കുടിച്ചിട്ടും. അങ്ങനെ ഒരു രംഗം അതിൻ്റെ അകത്ത് കണ്ടു. ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട്, എൻ്റെ അപ്പൻ ആ വഴിയെങ്ങാനും പോയായിരുന്നോ എന്നൊക്കെ പറയാറുണ്ടല്ലോ തമാശക്ക്. അപ്പൊ അതുപോലെ ഒരു രംഗം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാനിങ്ങനെ പിന്നെ ഇവിടുത്തെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു DD ഇൻസ്പെക്ഷന് വന്ന് എൻ്റെ റൂമിൽ, എൻ്റെ ക്ലാസ് റൂമിലിരുന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ രാമനാട്ടുകര വർക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ എന്ന് പറഞ്ഞു. പിന്നെ പലരും രാമനാട്ടുകര എന്നെ പോലെ ഒരു ടീച്ചർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട്, രാമനാട്ടുകര ആണോ ടീച്ചറുടെ വീട് എന്ന് അറിയാത്തവർ പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ ആളുകൾ ഉണ്ടാവും. പിന്നെ ശുദ്ധോദന സാറിനോടൊരു സംശയം ചോദിക്കാനുള്ളത്, സാറിന്റെ പേര് ശുദ്ധോധനനൻ എന്നാണോ എഴുതിയിരിക്കുന്നത്? ശുദ്ധോധനനൻ എന്നാ? അത് ടൈപ്പിംഗ് എററാണ് ടീച്ചർ. ആണോ? ശുദ്ധോധനൻ, ദയുള്ള ശുദ്ധോധനനാണ്. ശുദ്ധോധനൻ എന്നാണ് സാധാരണ പേര്. ദുര്യോധനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഒരുപാട് പേര് പല വിധത്തിൽ എൻ്റെ പേര് ഉച്ചരിക്കുക. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അറ്റൻഡൻസ് എടുക്കുമ്പോൾ എൻ്റെ പേരിൻ്റെ അടുത്ത് വന്നിട്ട് ഏത് ഭയങ്കര ഇംഗ്ലീഷുകാരി ടീച്ചറാണെങ്കിലും ഒന്ന് തപ്പും, ഇതെന്ത് സാധനമാണെന്ന് പറഞ്ഞിട്ട്. കാരണം സുധോധനൻ എന്ന് പറയും, ശുദ്ധോധനൻ എന്ന് പറയും, പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ
ശരിക്കും അത് എഴുതിയിരിക്കുന്നത് സുധോധനൻ എന്നാ. അത് സാറിന്റെ കുട്ടികളുടെ പരിപാടിയാ, കുട്ടികളുടെ പരിപാടി. ടൈപ്പിംഗ് എറർ കറക്റ്റ് ചെയ്യാം. പക്ഷെ ശുദ്ധോധനൻ എന്നുള്ള പേര് എന്ത് വന്നാലും എനിക്ക് തെറ്റിയല്ല, കാരണം നമ്മുടെ പുരാണത്തിലുള്ള ഒരു പേരല്ലേ. അല്ലല്ല, ശ്രീബുദ്ധന്റെ അച്ഛന്റെ പേരാണ്. അല്ല, പഴയ നമ്മുടെ സംസ്കാരത്തിലുള്ള ഒരു പേരാണല്ലോ. ഇതാ ഓടുന്ന ആള് കൂടെ ഉണ്ട്. ശ്രീബുദ്ധന്റെ അച്ഛൻ മറ്റേ കപിലവസ്തുവിലെ ശുദ്ധോധന മഹാരാജാവ്. അത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പേര് തന്നെ ആയതുകൊണ്ടേ. അതെ 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 അതെ. ഇതിപ്പോ പാലക്കാട് വീണ്ടും പുനർജനിച്ചു അല്ലെ? പാലക്കാട് കപില സിദ്ധാർത്ഥൻ എന്നൊക്കെ പേരിടുന്നുണ്ടല്ലോ, അതുപോലെ ശുദ്ധോധനെന്നും. എന്റെ അച്ഛൻ ഇട്ട പേരുകൾ, ഞങ്ങൾ 8 മക്കളാണ്. 8 പേർക്ക് ഇട്ടതെന്ന് പറഞ്ഞാൽ ശാന്ത, ശാന്തകുമാർ, ശാരംഗൻ, ശശാങ്കൻ, ശ്യാമള, ശശി, ശോഭന, 8ാമത്തെ പുത്രൻ ശുദ്ധോധനും. എല്ലാം ഷായി തുടങ്ങിയ പേരുകളാണ്. ഇവിടെ എത്തിയപ്പോഴത്തേനും ഷാ ഇല്ല, ഷൂ ആയിപ്പോയി. അതെ അതെ. ഞാൻ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോ പെൺപിള്ളേർക്ക് ഈ ശുദ്ധോധനൻ എന്നുള്ള പേര് കേൾക്കുമ്പോ അയ്യോ ചെക്കനെ വേണ്ടാന്ന് ആദ്യം അങ്ങ് പറയും. അല്ല, പെൺപിള്ളേര് നല്ല പേര് അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടില്ല. ഇപ്പൊ അത് ചെല്ലുമ്പോ ആദ്യം പറയല്ലോ ചെക്കന്റെ പേരെന്താന്ന് ചോദിക്കും. അയ്യോ അത് വരികയോ വേണ്ട, എന്നെ കണ്ണ് കാണുകയോ വേണ്ടെന്ന് പറയായിരുന്നു. കാരണം വീട്ടിൽ വിളിക്കുന്നത് ശുദ്ധോധനൻ എന്നാണോ, അതെയോ വേറെ പേര് വരും? അല്ലല്ല, ശുദ്ധൻ. അതാണ് കറക്റ്റായ പേര് സാറേ. അതാദ്യം പറഞ്ഞായിരുന്നല്ലോ, മുഖത്ത് കാണുന്ന പോലെ അല്ലെന്ന്. എല്ലാ മനുഷ്യർക്കും ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട് ശരിക്കും. പക്ഷെ ചിലർക്കത് കുറച്ച് കൂടുതലായിരിക്കും. ഓഫീസിലും വെളിയിലും ആളുകളുടെ മുമ്പിലൊക്കെ ഭയങ്കര 100% നല്ല ആളാവുകയും വീട്ടിൽ വന്ന് ഭാര്യയുടെ കൂമ്പിലിടിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അപ്പൊ ഈ എത്രയും നല്ലോണം പുറത്ത് പെരുമാറുന്നയാള് ഭാര്യനെ തല്ലുന്നു എന്നെങ്ങാനും പുറത്തേക്ക് വന്നാല്, അയാള് ഭാര്യയെ തല്ലു, അന്ന് അവള് എങ്ങനത്തെ അവളായിരിക്കും അങ്ങനെ എന്ന് പറയിക്കാനായിട്ട് നല്ല സ്വഭാവം പുറത്തു കാണിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. കഥയുടെ മാനങ്ങൾ പോയത് കണ്ടോ? അതെ അതെ അതെ. നല്ലൊരു കാര്യമുണ്ട് മാഡം പറഞ്ഞതുപോലെ, ഒരാളും ഡേറ്റ് കിടക്കുമ്പോ വീട്ടിലെ ആളല്ല. അതിനാണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സോണ എന്ന് പറഞ്ഞാൽ മുഖംമൂടി എന്നാണല്ലോ. എത്ര മുഖംമൂടികളാ വെക്കുന്നത്. ഗേറ്റ് കിടക്കുമ്പോൾ എല്ലാം മറന്നേക്കും പറഞ്ഞൊരു മെഡിമിക്സ് അങ്ങ് തേക്കും. ടീച്ചറെ നമ്മള് പറയല്ലോ കുറവണ പെണ്ണ് ഓടിപ്പോയെന്ന്, ഒരു സമാധാനത്തോടെ പശുവിനെ കറക്കണ ആളായാലും വേണ്ടില്ല, തെങ്ങേറ്റക്കാരൻ കടന്നുറങ്ങാലോ എന്നുള്ള ആ ഒരു ചിന്ത കുട്ടികളെ തലേക്ക് ഒരു കുട്ടീനെ ഇട്ട് ഓടുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചിന്തിച്ചാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് അവർ ഇങ്ങോട്ട് പോരണോ അവിടെ തന്നെ നിൽക്കണോന്ന് കൃത്യമായിട്ട് തീരുമാനിക്കും. പോണോ പോണ്ടേന്ന് ഒന്ന് വളരെ ആലോചിക്കും. പോയി കഴിഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അവരിങ്ങ് പോരും. പെട്ടെന്ന് പോരും. അത് തന്നെയല്ലേ ഇവിടെ റിസീവ് ചെയ്യാൻ ആൾക്കാരും ഉണ്ട്. അല്ല സാറേ, കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുക. പ്രത്യേകിച്ച് പെൺപിള്ളേരെ വിവാഹം കഴിച്ചയച്ചാൽ പോലും വീട്ടിലെ അമ്മമാരിങ്ങനെ നോക്കിയിരിക്കുക. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം മകൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാൻ. ഫുള്ള് വീഡിയോ കോൾ. ഇപ്പൊ എന്താ വെച്ചത്, ഇത് വെച്ചത്, എത്ര നന്നായിട്ട് അവളെ കൊണ്ട് പറ്റണില്ല. ഞാന് എന്റെ മകന്റെ അമ്മായിയമ്മയുടെ ആ വീഡിയോ കോളിന്റെ പൈസ ലാഭിച്ചു കൊടുത്തു. മൊബൈൽ റേഞ്ച് ഇല്ലേ? അല്ല, അങ്ങോട്ട് കൊടുത്തേ, അങ്ങോട്ടാക്കി കൊടുത്തു. അങ്ങോട്ടാക്കി അല്ല, അങ്ങോട്ടാക്കി. രണ്ടുപേരും എവിടെയുള്ള ഒരു ശല്യം. സമാധാനം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ?
See you. Thank you, Abhinav ma'am. വളരെ മനോഹരമായ ഒത്തിരി ചർച്ചയ്ക്ക് സാഹചര്യങ്ങൾ നൽകിയ 2 കഥകൾ. ഓക്കെ, അങ്ങനെ നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സുമായി വീണ്ടും ശാന്തമാകാം. ഒഴുകിപ്പോകുന്ന ഒരു കഥയാണെങ്കിൽ പറയാനൊന്നും കാര്യമായിട്ട് കാണിയല്ലേ? പകുതി അതെ, തോന്നുന്നു. ഇങ്ങനത്തെ ട്വിസ്റ്റൊക്കെ വേണം, നല്ല യഥാർത്ഥ രൂപങ്ങളൊക്കെ പുറത്തു വരും. നമ്മുടെ അഭിപ്രായങ്ങളും കൂടെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതെ, തീർച്ചയായും. കഥയെക്കാളും കൂടുതൽ കഥയെ വ്യാഖ്യാനിക്കുന്ന രീതിയും അത് നമ്മൾ മനസ്സിലാക്കുന്ന രീതി, നമ്മുടെ അനുഭവങ്ങളോട് അതിനെ കണക്ട് ചെയ്യുന്നതൊക്കെ ഒത്തിരി ബന്ധവും. അപ്പൊ അവിടെയാണ് നമ്മൾ കൂടുതൽ ഭംഗിയുള്ളതാക്കും. അവിടെയല്ലേ കേട്ടോ കഥ പറയാത്ത സുധോധനൻ സാറ് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ല, ഞങ്ങൾ കഥ കേൾക്കും, എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വിമർശിക്കാൻ. രസമുള്ള ഒരു കാര്യം, സാറ് തീർച്ചയായിട്ടും പറയും, ഒന്നും ഒളിച്ചു വെച്ചില്ല. രസമുള്ളൊരു സംഭവം കൂടെ പറയാം സാർ. രസമുള്ളൊരു സംഭവം കൂടെ പറയാം. ഈ എൻ്റെ ഒരു ചങ്ങാതി, ഞാൻ പറഞ്ഞ ഈ വലിയ ആശ്രമത്തിലെ 2ാം സന്യാസിയായിട്ട് മാറിയ അദ്ദേഹം ഈ പഠിക്കുമ്പോ അദ്ദേഹം ഈ വിടർന്ന കണ്ണും ചുരുണ്ട മുടിയൊക്കെ ഉള്ള ഒരു സുന്ദരി പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ഈ പ്രണയലേഖനങ്ങളോ കത്തായിട്ട്, പണ്ട് കത്താണല്ലോ, വേറൊന്നും ഇല്ല, ഈ കത്ത് എഴുതുക, ബസ് ഇറങ്ങുമ്പോൾ ചുളിവിൽ അങ്ങനെ ഒരു ബുക്കിനകത്ത് വെച്ച് കൊടുക്കുക, ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്നെ കൊണ്ടായിരുന്നു ഈ പ്രണയ കത്തുകളൊക്കെ എഴുതിച്ചിരുന്നത്. അപ്പൊ ഞാൻ എഴുതി കൊടുക്കും. കാരണം ഞാൻ അന്നേ നല്ല വായനയുള്ളത് കൊണ്ട് ഈ മധുര പ്രണയ ലേഖനങ്ങളൊക്കെ എഴുതി പുള്ളിക്ക് കൊടുക്കും. അതും പുള്ളിയുടെ കയ്യക്ഷരം മോശമായിരുന്നു. അപ്പൊ സാർ ആ കുട്ടിയാണോ കല്യാണം കഴിച്ചത്? അല്ലല്ല, അതല്ല. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് പുള്ളിക്കാരനും എല്ലാം 2 വഴിക്ക് വിരിഞ്ഞു. അദ്ദേഹം നിത്യബ്രഹ്മചാരിയായിട്ട് തുടർന്നു ഒക്കെ. ആ പെൺകുട്ടി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഈ തേനൂറുന്ന പ്രണയലേഖനങ്ങളൊക്കെ അദ്ദേഹം എഴുതിയാണെന്നാണ് ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാരും കേട്ടോളൂ. ഇതാണ് ഈ 2 മുഖം ഉണ്ടെന്ന് പറയുന്നത്. അതെ അതെ അതെ, 2 മുഖം. അപ്പൊ എഴുതി ആ കുട്ടിയെ കല്യാണം ഇങ്ങനെ കുറെ കഴിച്ചെങ്കിൽ എഴുതി നല്ലതാണ്. വെക്കും. ആവശ്യമുള്ളവർക്ക് അല്ല, അത് ഓരോ ദിവസത്തേതായിട്ട് വേണമല്ലോ എഴുതാനായിട്ട്. അപ്പോ അന്നത്തെ ഡ്രസ്സ്, ബസ്സിൽ ഒന്നിച്ച് വന്നപ്പോ ബസ്സിന്റെ തിരക്ക്, പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ള ഈ ഇമ വെട്ടുമ്പോ ഉള്ള ഭംഗി, അങ്ങനൊക്കെ എഴുതിയാലല്ലേ ഈ പെൺകുട്ടികൾ അന്നത്തെ കാലത്ത് വീഴുള്ളൂ. ദൈവമേ, സാർ, പ്രണയലേഖനം എങ്ങനെ എഴുതേണ്ടതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവര് വിവാഹിതരാവാത്തത്ര നന്നായി. അഥവാ വിവാഹിതരായിരുന്നെങ്കിൽ അന്ന് തന്നെ 2ാം ദിവസം പൊട്ടിയല്ലേ? തന്നെ കള്ളി പൊളിച്ചിട്ടായിരുന്നു. ഇയാളല്ല ഈ എഴുതി ഉടനെ മനസ്സിലാക്കിയല്ലേ. ആ സാഹിത്യം ഒന്നും കാണില്ലല്ലോ സംസാരിക്കുമ്പോ. അതെ, സാഹിത്യമല്ല സാർ, അതിന്റെ ഈ മറ്റേ ഈ എന്താ പറയാ, തൂവൽ സ്പർശം പോലെയുള്ള നനുത്ത പരാമർശങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്തെ പെൺകുട്ടികളെയൊക്കെ വീഴിക്കാനുള്ള. അല്ല, കാമുകി ഭാര്യയാകുമ്പോ തൂവൽ സ്പർശം പോയി. തൂവൽ സ്പർശം പോയിട്ട് വേറെ സ്പർശമാവോ? കോടാലിയാവും, കോടാലി. ഓക്കെ, അപ്പൊ see you. അപ്പൊ താങ്ക് യു. വളരെ സന്തോഷകരമായ അനുഭവം. താങ്ക് യു വൺസ് അഗെയിൻ, ഓമന മാം. താങ്ക് യു സാർ. നാളെ നമുക്ക് വീണ്ടും മൈൻഡ്ഫുൾനെസ്സുമായിട്ട്. See you and good night. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്.